നോക്കൂ, ശരിക്കും മനസ്സിലാക്കിയിട്ട് വായിക്കണം. നോക്കൂ, മോളെ, ആരാ വരുന്നതെന്ന് നോക്ക്. അച്ഛനെ അന്വേഷിച്ചാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞു വന്നില്ലെന്ന് പറ. അമ്മയെ അച്ഛനും ചേച്ചിയാണ്. ആരാ അച്ഛാ കാറിലിരിക്കുന്നത്? ഇന്ന് പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നവരാ. അവരെ ഇങ്ങോട്ട് വിളിക്കാത്ത എന്താ? നല്ല കാര്യം, അവർ പ്രോഗ്രാമിന് ധൃതി പിടിച്ച് എന്നെ വിളിക്കാൻ വന്നവരാ. നീ വാ. ഇവളിവിടെ കൊണ്ടുവിടാതെ ഞാൻ എങ്ങനെയാ പോകുന്നത്? ആ, ഒന്ന് എളുപ്പം വെള്ളം ചൂടാക്ക്. അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുക. മോളെ, ആ വീണ് എടുത്ത് ശ്രുതി ചേർക്ക്. കുളിച്ചിട്ട് പോണം. വാ. പോകാൻ ധൃതി വെക്കണ്ട, പെങ്ങള് വന്നിട്ടുണ്ട്. ദേവമ്മയോ? ഞാൻ അടുക്കളയിലായിരുന്നു ചേട്ടാ. അളിയൻ വന്നില്ലേ? ഇല്ല ചേട്ടാ, ഓവട്ടെ വർക്കുള്ളതുകൊണ്ട് എന്നെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് അങ്ങേര് ജോലിക്ക് പോയി. എന്തിനാ പെങ്ങളെ ആ മനുഷ്യൻ ഇങ്ങനെ രാപകല്ലാതെ ബുദ്ധിമുട്ടുന്നു? എന്നെ പോലെ പെമ്പിള്ളല്ലോ, ഒരു മകനല്ലേ, അവന് വേണ്ടി ഇത്രയധികം സമ്പാദിക്കും. അവര് ധൃതി വെക്കുന്നു, ഞാനൊന്ന് കുളിക്കട്ടെ. ആ പിന്നെ നീ പണ്ടത്തെ പോലെ നേരത്തെ കിടന്ന് ഉറങ്ങിക്കളയരുത്. 10 മണിക്ക് ഞാനിങ്ങ് വന്നിട്ട് സംസാരിക്കാം. യമുനയുടെയും വീണയുടെയും കാര്യത്തിൽ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? മൂത്തവളെ എന്റെ മോൻ വിനോദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ. ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ, അവരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. എന്റെ ചേട്ടന്റെ സ്വത്തുക്കൾ മുഴുവൻ എഴുതി കൊടുത്തല്ലേ എന്റെ വിവാഹം നടത്തിച്ചത്. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ വിനോദിനെ കൊണ്ട് തന്നെ യമുനെ വിവാഹം കഴിപ്പിക്കും. ആ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതൊരു സർക്കസ് കൂടാരമല്ല, കൈയടിച്ച് ബഹളം ഉണ്ടാക്കാൻ. ക്ഷമിക്കണം, ഞാനാണ് ആദ്യമായി അറിയാതെ കൈയടിച്ചു പോയത്. അങ്ങേ അവഹേളിച്ചതല്ല, ആത്മാർത്ഥതയോടെ അനുമോദിച്ചതാണ്. ഞാൻ കാരണം അങ്ങ് കച്ചേരി നിർത്തി മറ്റുള്ളവരെ കൂടി നിരാശപ്പെടുത്തരുത്. ഞാൻ വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നു. അങ്ങ് കച്ചേരി നടത്തിയേ തീരും. ഇതിൽ നിന്ന് അത്യാവശ്യത്തിനുള്ള പണം മാത്രമേ എടുക്കാവൂ. നാളത്തെ പ്രോഗ്രാമിന്റെ പണം കൂടി കിട്ടിയിട്ട് വേണം ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന പുതിയ വീണ വാങ്ങിക്കാൻ. നമസ്കാരം സാർ. നമസ്കാരം. ഗോപിയല്ലേ? അതെ. ഇരിക്കൂ. ഗോപി വല്ലാതെ മാറിപ്പോയല്ലോ. പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു അപകടത്തിലാണ് സാർ. എന്താ? എന്തു പറ്റി? എന്റെ ഫാക്ടറി ജപ്തിക്ക് വെച്ചിരിക്കുകയാണ്. ബിസിനസ് തകർന്നപ്പോൾ ബാങ്കിൽ നിന്നെടുത്ത ലോൺ അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് വരും. അമ്മയില്ലാതെ വളരുന്ന എന്റെ കുഞ്ഞിന്റെ കാര്യം പോലും കഷ്ടത്തിലാണ് സാർ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല.
അവസാനത്തെ ഒരു അപേക്ഷയുമായിട്ടാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? പണം കൊണ്ട് എന്നെ സഹായിക്കണ്ട. അങ്ങ് എനിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തി തന്നാൽ മതി. അതിന്റെ പേരിൽ ഞാൻ പണം പിരിച്ചുണ്ടായിക്കൊള്ളാം. എന്റെ അച്ഛൻ എനിക്ക് ധാരാളം ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. നിനക്ക് വേണ്ടി എത്ര പ്രോഗ്രാം വേണേലും നടത്തി തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അടുത്ത സമയത്തൊന്നും ഒരു തീയതി പോലും തരാനില്ല. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സങ്കടപ്പെടാതിരിക്കൂ. ഗോപി പോയി പ്രോഗ്രാമിന് വേണ്ടതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് എന്നെ അറിയിക്കൂ. ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഡേറ്റ് തരാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സർ. സാർ, ഒരു ടെലിഗ്രാം ഒന്ന് ഒപ്പിട്ടേ. വരട്ടെ. എന്താ ദേവമ്മയുടെ ഭർത്താവ് ബസ്സപകടത്തിൽ മരിച്ചു. എന്താ മോളെ? എന്റെ ദൈവമേ, നമുക്കുടനെ പോകാം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വരാൻ നിവൃത്തിയില്ല. എന്നെ അപകടത്തിലാക്കരുത്. ഗോപിക്ക് വന്നതിനേക്കാൾ വലിയ അപകടമാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഞാൻ എന്റെ അളിയന് ശവദാഹത്തിന് പോവുകയാണ്. അപ്പോ പ്രോഗ്രാമിന്റെ കാര്യമോ? ഇനി ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കും. അങ്ങ് ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ജനങ്ങൾ അവിടെ തിയേറ്ററിന് തീ വെക്കും. ഗോപി എന്റെ സഹോദരിയുടെ ഭർത്താവാണ് മരിച്ചിരിക്കുന്നത്. അവിടേക്ക് ഞാൻ പോകരുതെന്നാണോ? എന്ന് പറയാൻ എനിക്ക് കഴിയില്ല സർ. ഞാൻ അങ്ങയും കൊണ്ട് ചെന്നില്ലെങ്കിൽ അവരെന്നെ പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. അതിന് നല്ലത് ഈ കൈ കൊണ്ട് എന്നെ കഴുത്തി അടിച്ചു കൊല്ലുന്നതാണ്. ഗോപി, എന്റെ ജീവിതം അങ്ങയുടെ കയ്യിലാണ്. ജാനകി, നമുക്കൊരു നിർഭാഗ്യം ഉണ്ടായി. അതിന്റെ പേരിൽ മറ്റൊരാളെ കൂടി വേദനിപ്പിക്കുന്നത് ശരിയല്ല. നിങ്ങൾ പോയിക്കോളൂ. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഞാനങ്ങെത്താം. വായിക്കണം സാർ.
അച്ഛാ, ഞാൻ വായിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല മോളെ, എന്നേക്കാൾ നന്നായി വായിക്കാൻ നീ പഠിച്ചു കഴിഞ്ഞു. മുൻപ് ഈ രാഗം ഞാൻ വായിച്ചപ്പോ അനുമോദിച്ച് കൈയടിച്ച ജനങ്ങളുടെ നേരെ ക്ഷോഭിച്ചവനാണ് ഞാൻ. ഇപ്പോ അതേ രാഗം നീ വായിച്ചപ്പോ അതുപോലെ നിന്നെ കൈയടിച്ച് അനുമോദിക്കാൻ അച്ഛൻ കൊതിച്ചുപോയി മോളെ. എന്ത് ചെയ്യാം? തളർന്നുപോയ ഈ കൈകൾക്ക് അതിന് കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമാണ് ഇന്നെനിക്ക്. അച്ഛൻ ദുഃഖിക്കണ്ട. അച്ഛന്റെ കൈകളല്ലേ എന്നെ പഠിപ്പിച്ചത്. അതെ മോളെ, നാളെ ഈ ലോകം നിന്നിലൂടെ എന്നെ കാണുമെന്ന് ഓർക്കുമ്പോ എന്റെ എല്ലാ വേദനകളും മറക്കുന്നു. എന്റെ ഉടഞ്ഞുപോയ വീണയിൽ ഉണർന്നു നിൽക്കുന്ന നാദമാണ് നീ. വിനോദ് ഇന്നിങ്ങോട്ട് വരുമെന്നല്ലേ അറിയിച്ചിരിക്കുന്നത്. എണീറ്റ് വന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയാട്ടെ. ചേച്ചി ചേച്ചി ചേച്ചി, ചേട്ടൻ വന്നു. ചേട്ടനോ? അതേനെ, ചേച്ചിയുടെ വിനുചേട്ടൻ. എന്റെ വിനുവേട്ടനോ? പിന്നെ ചേച്ചിയുടെ ഭാവി വരൻ. അതൊക്കെ പിന്നെ. ചേട്ടൻ പഴയതിനേക്കാൾ സുന്ദരനായിരിക്കുന്നു. നീ പോടി. നീ നോക്കി. എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? വിനു വരും, നീയല്ലേ ചേടാ, അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങളെയാണോ അതോ യമനെയാണോ? മാലിനി, നിങ്ങൾ ഇനി ജോലി ചെയ്യേണ്ടെന്നാ പ്രൊപ്പറേറ്റർ പറഞ്ഞത്. എന്താണ് സാർ? അത് നേരിട്ട് ചോദിച്ചാലേ അറിയാവൂ. യെസ്. എന്താണ് സാർ എന്നോട് ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞത്? ശമ്പളം വാങ്ങിക്കുന്ന കൃത്യനിഷ്ഠ ജോലി ചെയ്യുന്ന കാര്യത്തിലും വേണം. ഞാൻ വരാൻ അല്പം താമസിച്ചു പോയി. ദിവസവും അങ്ങനെയാണല്ലോ. ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ ഫാക്ടറി നടത്തി പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല ഞാനിത് നടത്തുന്നത്. നിങ്ങളെ പോലുള്ളവർക്ക് ജീവിക്കാൻ കൂടിയാണ്. എല്ലാം അറിയാം സാർ. പക്ഷേ ഞാൻ വരാൻ താമസിച്ചത് എന്താണെന്ന സത്യം അങ്ങ് അറിയാത്തത് കൊണ്ടാണ് എന്നോട് കോപിക്കുന്നത്. എന്താ അത്രയ്ക്ക് വലിയ സത്യം? എന്നെ എന്റെ ഭർത്താവ് ഉപേക്ഷിച്ച ദിവസമാണിന്ന്. എല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടി അല്പം സമയമെടുത്തു. മാലിനി, എനിക്കിന്നു മുതൽ മനസ്സിന് സ്വസ്ഥതയുണ്ട് സാർ. ഞാൻ ഇനി ഒരിക്കലും താമസിച്ചു വരില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യൂ. എന്നാലും അവൻ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനായി പോയല്ലോ മോളെ. പോട്ടമ്മേ, ആ ദുഷ്ടൻ എനിക്കൊരു പാപഭാരമായിരുന്നു. എന്റെ തലയിൽ നൊഴിഞ്ഞു കിട്ടിയല്ലോ എന്ന ആശ്വാസമാണ് എനിക്കിപ്പോ. എല്ലാം തികഞ്ഞൊരു പുരുഷനെ ഈ ലോകത്ത് കിട്ടിയെന്ന് വരില്ല മോളെ. നീ അല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവനെ നന്നാക്കിയെടുക്കാമായിരുന്നു. എങ്ങനെ നന്നാക്കാൻ അമ്മേ? രാത്രി മുഴുവൻ അയാൾ വേശ്യാലയങ്ങളില്ല. എല്ലാം കഴിഞ്ഞു മൂക്കറ്റം കുടിച്ച് വീട്ടിൽ കയറി വരും. എന്നിട്ട് എന്നെ സംശയം വെച്ചുകൊണ്ട് ചവിട്ടുകയും തല്ലുകയും ചെയ്യും. ഒരു ചവിട്ടുമെത്തേക്കാൾ എല്ലാം സഹിച്ചമ്മേ. നീ ഈ സത്യം നിന്റെ വീട്ടിൽ അറിയിക്കാൻ എന്താ? ഒരു ഭാര്യയായി തന്നെ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഒരു ദിവസം ഞാൻ അയാളെ എതിർത്തപ്പോഴാണ് എന്നെ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയത്. അമ്മ ഇപ്പൊ എന്ത് പറയുന്നു? എനിക്കിനി ഒന്നും പറയാനില്ല മോളെ. വീണേ, ഈ ഷൂ ആരുടേതാ? അമ്മയുടേത്. അമ്മയുടേതോ? അതേനെ. ഈ കഥയിൽ കിടക്കുന്ന പാന്റും ബനിയനും അച്ഛൻ്റെതാ. അല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാ മര്യാദയ്ക്ക് മറുപടി പറയൂ.
പിന്നല്ലാതാരാ ഇത്ര ധൈര്യമായിട്ട് ഈ മുറിക്കകത്ത് കയറി വരുന്നത്? ഈ ഭൂമേനിൽ സാരി ഉടുപ്പിക്കേണ്ടത് ഞാനല്ലേ? എന്തേ കാണിക്കുന്നു? പോകുന്നുണ്ടോ ഇവിടുന്ന്? അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? വിടൂ ചേട്ടാ, എന്താ ഇത്? എന്തായി കാണിക്കുന്നത്? അച്ഛൻ എന്നെ വിളിച്ചോ? എന്താ അവിടെ ഒരു ബഹളം? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ കൂവി വിളിച്ചത്? എന്താ ഇവിടെ ഷോക്ക് അടിച്ചോ? സൂക്ഷിച്ചില്ലെങ്കിലേ ഷോക്ക് അടിക്കും. ആഹാ, അമ്മാവി ഇത്ര നേരം അടുക്കളയിലായിരുന്നോ? പ്രായമായ ഇവളുമാരെ ഇവിടെ കസേരയിലിരുത്തിട്ട് അമ്മാവി എന്തിനാ ജോലി എടുക്കുന്നത്? ഇക്കണക്കിന് ചേച്ചിയെ കല്യാണം കഴിച്ചാ ചേച്ചി തൊലഞ്ഞത് തന്നെ. ചേച്ചി വിട്ടുകൊടുക്കരുത് കേട്ടോ. ഒന്നും മിണ്ടാതിരിയടി. വിനാട്ട, ദേ കാപ്പി. മേലാകെ ഉമ്മവച്ചഴകിൻ ഇങ്ങിനി കിളുക്കും പ്രായം. നാണം മേലാകെ ഉമ്മവച്ചഴകിൻ ഇങ്ങിനി കിളുക്കും പ്രായം. കയ്യെത്തും ദൂരത്ത് നെയ്യെത്തും തേന്മാവി പടരാൻ മാത്രം അറിയും ചാരുലതേ. കയ്യെത്തും ദൂരത്ത് നെയ്യെത്തും തേന്മാവി പടരാൻ മാത്രം അറിയും ചാരുലതേ. ചാരുലതേ നാണം നാണം മേലാകെ ഉമ്മവച്ചഴകിൻ ഇങ്ങിനി കിണുക്കും പ്രായം. ഇങ്ങിനി കിണുക്കും പ്രായം. ഉൾവിരിയും പൂജാ പുഷ്പങ്ങളിൽ ഉൾവിരിയും പൂജാ പുഷ്പങ്ങളിൽ തുള്ളിയടരും പനിനീർ മണികളിൽ തുള്ളിയടരും പനിനീർ മണികളിൽ മിന്നിയിളകി ഉലകം പെണ്ണിലൊളിയും കനവിൽ. മിന്നിയിളകി ഉലകം പെണ്ണിലൊളിയും കനവിൽ. അന്നക്കിളികൾ ചിലച്ചു വർണ്ണച്ചിറക് വിരിച്ചു. നാണം മേലാകെ ഉമ്മവച്ചഴകിൻ ഇങ്ങിനി കിണുക്കും പ്രായം. ചേവൽ പിടകൾ ചേകാനണയും ചേവൽ പിടകൾ ചേകാനണയും അന്തിവനിലെ അരയാൽ പൊമ്പി. അന്തിവനിലെ അരയാൽ പൊമ്പി. തെന്നലിളകി ഇലകൾ തമ്മിലുരുമി കുയിലിൻ. തെന്നലിളകി ഇലകൾ തമ്മിലുരുമി കുയിലിൻ. കൊഞ്ചും മൊഴികൾ ഉണർന്നു നെഞ്ചം മധുരമറിഞ്ഞു.
നാണം മേലാകെ ഉമ്മവ തഴകിൻ ഇങ്ങിനി കിണുക്കും പ്രായം ഇങ്ങിനി കിണുക്കും പ്രായം. വിടു ചേട്ടാ. ഇവനെ നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, കല്യാണത്തിന് മുൻപ് നമ്മൾ അതിര് കടക്കരുത്. ദേ, സ്നേഹത്തിന് അതിർത്തിയില്ല. എന്നായാലും നീ എന്റെ ഭാര്യ കണ്ടവളാണ്. വരൂ. അതിന് ഞാൻ തയ്യാറല്ല. വരാനാ നിന്നെ വിടു ഞാൻ ചേട്ടാ, വിടാൻ. നീ എവിടെ പോകുന്നു? എന്താ മോനെ? ഏയ് ഒന്നുമില്ല. പിന്നെ ഈ പെട്ടിയൊക്കെ ആയിട്ട് അവൻ പോകുന്നു. പോകുന്നോ? ആ അതെ, ഇവിടുത്തെ താമസം എനിക്കിഷ്ടമല്ല. ചേട്ടാ, കാപ്പി. നിനക്ക് തോന്നുമ്പോ തന്നാ മേടിക്കാൻ എന്നെ കിട്ടില്ല. അമ്മേ, വരൂ. ഓ, അതാണോ? വീണേ, ഉം. വിനോദിനോട് നീ എന്തെങ്കിലും കൊള്ളിവാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തുണ്ടായെന്ന് പറയടി. നീ അകത്തേക്ക് പോടി. എന്റെ മോള് മാനമുള്ളതാടി. കാര്യമൊക്കെ ശരിയാ, അവൻ ദേഷ്യപ്പെട്ടാ പോയിരിക്കുന്നത്. നീ വിഷമിക്കാതെ, ഞാൻ നാളെ തന്നെ ദേവമ്മയുടെ അടുത്ത് പോയി കല്യാണത്തിനുള്ള ഏറ്റവും അടുത്ത മുഹൂർത്തം ഉറപ്പിച്ചിട്ടേ വരും. വിനോദ് പോന്നിട്ട് 3 ദിവസം ആയെന്നോ? അതെ ദേവമ്മേ, പിന്നെ അങ്ങോട്ട് പോകാനോ? അതാണ് എനിക്കും പിടികിട്ടാത്തത്. ഓ, കൊച്ചിയിൽ അവനൊരു ജോലിക്കാര്യം പറഞ്ഞിരുന്നു, ചിലപ്പോ അങ്ങോട്ട് പോയിരിക്കും. ഏതായാലും അവൻ വന്നോട്ടെ. നമുക്കൊരു ജോത്സ്യരെ വരുത്തി വിവാഹത്തിന് പറ്റിയൊരു ദിവസം നിശ്ചയിക്കണം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അല്ല ദേവമ്മേ, അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോ ആ ചടങ്ങ് ഇതിനു മുമ്പ് നടത്തേണ്ടതായിരുന്നു. ചേട്ടാ, പാല്. വേണ്ട. പിന്നെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അല്ല, എന്നോട് പിണക്കമാണോ? ഉം. ആവശ്യമുള്ളത് ആവശ്യപ്പെടുമ്പോൾ കിട്ടണമെന്നല്ലേ പറഞ്ഞത്? ഇനിയെല്ലാം ചേട്ടന് അവകാശപ്പെട്ടതാണ്. ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് വേണം. അന്ന് ഞാൻ ചേട്ടനെ എതിർത്തവളാണ്. ഇന്ന് ഞാൻ ചേട്ടനെ കീഴടങ്ങിയിരിക്കുന്നു. എന്നെ തന്നെ ഞാൻ ചേട്ടന് കാഴ്ചവെക്കുന്നു. ചേട്ടന്റെ സന്തോഷം മാത്രമാണ് ഇനി എന്റെ ജീവിതം. വരൂ. എന്താ ചേച്ചി ഇത്? വിവാഹത്തിന് ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ. നിനക്ക് കൂടി അവിടെ ഒന്ന് നിൽക്കരുതോ? ജാനകിക്ക് ഒരു സഹായമായി. വീട് പൂട്ടിയിട്ടിട്ട് എങ്ങനെ വരാനാ ചേട്ടാ? വിനോദ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടെ വരാമായിരുന്നു. ആ, എന്നാൽ അവൻ വന്നിട്ട് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യും. ഞാൻ ഇറങ്ങാം. വിനോദല്ലേ വരുന്നത്? ഏതാ കുട്ടി? അമ്മാവൻ എപ്പോഴാ വന്ന്? ഞാൻ ഇന്നലെ. എന്താ ഇങ്ങനെ നോക്കുന്നത്? അമ്മയുടെ മരുമകളാ. ആ അമ്മാവ, ഞാൻ പ്രവീണെ രജിസ്റ്റർ മാരേജ് ചെയ്ത. അമ്മാവന്റെ മകളെ വിവാഹം കഴിക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം. പ്രവീണെ
അമ്മയുടെ കാലം നമസ്കരിക്കും. വേണ്ട, എന്നെ ആരും ഇവിടെ നമസ്കരിക്കണ്ട. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ വിവാഹം കഴിച്ചത്? ഇവിടെ ഏതാ, എവിടെയുള്ളതാ? ദേവമ്മ സമാധാനിക്ക്. ഇല്ല ഏട്ടാ, ഞാനിത് സഹിക്കില്ല. ഈ അടിച്ച മുറ്റത്ത് ഞാൻ ഇവിടെ കയറ്റില്ല. ദേവമ്മേ, ഇനി എങ്ങനെ പറയുന്നത് നമ്മുടെ കുടുംബത്തെ ചോദിച്ചല്ല. കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ഇവൻ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നോടോ ചേട്ടനോടോ ആലോചിക്കാതെ ഇവരിവിടെ വിവാഹം കഴിക്കുമായിരുന്നു. നടന്നു. വിനോദ്, നിങ്ങൾ അകത്തേക്ക് പോകും. വരൂ. ദൈവമേ, കരയരുത്. നമ്മുടെ അമ്മ മരിച്ചപ്പോഴാണ് ആദ്യമായി നിന്റെ കണ്ണു നിറഞ്ഞത്. പിന്നെ നിന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അതിനേക്കാൾ വലിയ ദുഃഖമൊന്നുമല്ല ഇത്. ആ കുട്ടി ഏതായാലും ഇനി ഈ വീട്ടിലെ മരുമകളാണ്. മരുമകളോ? ഈ വീട്ടിലിരിക്കേണ്ടത് യമുനയായിരുന്നു. യമുനയുടെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. അവൾക്ക് മറ്റൊരു വിവാഹം നടക്കും. ഇവരിത്രയ്ക്ക് നിഷേധിയായി പോയല്ലോ ചേട്ടാ. അവൻ ചെയ്തത് നിന്റെ കണ്ണിൽ തെറ്റായിരിക്കാം, പക്ഷേ നീ പ്രസവിച്ച മകനാണ്. അത് മറക്കരുത്. വിവാഹം വിധി പോലെ നടക്കും. ഞാൻ പോട്ടെ. നാണം മേലാകെ ഉമ്മ വെച്ചഴയും കിങ്ങിണിക്കിഴുക്കും പ്രായം കയ്യെത്തും ദൂരത്ത് മെയ്യെത്തും തേന്മാവിൽ പടരാ മാത്രമറിയും ചാരുലതേ നാണം മേലാകെ ഉമ്മ വെച്ചഴയും കിങ്ങിണിക്കിഴുക്കും പ്രായം. എല്ലാം ഞാൻ അറിഞ്ഞു. എങ്ങനെ? ഇതെന്റെ തൊഴിലല്ലേ. ഏതെല്ലാം വീട്ടിൽ പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ വയസ്സ്, നിറം, തരം എല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്. മാത്രമല്ല ഏതെല്ലാം ആലോചനകൾ അബോർഷനായി പോകുന്നു എന്നതിന്റെ ലിസ്റ്റും എന്റെ കയ്യിലുണ്ട്. ഇത് ആൺപിള്ളയുടെ ലിസ്റ്റാണ്. മാരാർ സാറിന് ഏത് സ്റ്റാൻഡേർഡിൽപ്പെട്ട ആള് വേണമെന്ന് പറഞ്ഞാൽ മതി. യമുനയ്ക്ക് പറ്റിയ ആളായിരിക്കണം. കമലഹാസൻ 26 വയസ്സ്. സിനിമയിലെ കമലഹാസൻ അല്ല, വെറും കമലഹാസൻ. മാനിറം, മാലക്കണ്ണ്. സ്ത്രീധനം 25,000 രൂപ. അടുത്തത് ഡോക്ടർ, സത്യശീലൻ, ഉയർന്ന കുടുംബം. സ്ത്രീധനം 50,000. ബ്രാക്കറ്റിൽ മാർക്ക് തട്ടിപ്പിന് അകത്ത് കിടക്കുകയാണ്, ഇറങ്ങി വരുമ്പം മതി. അയ്യോ, ഇത് നമുക്ക് വേണ്ട. നമുക്ക് പറ്റിയത് കിട്ടി. യമുനയ്ക്ക് ഇതുപോലെ ചേർന്നൊരു ചെറുക്കൻ ഈ ഭൂമിയിൽ കാണി. ആരാണെന്ന് പറയൂ. ഓച്ചന്തുരുത്ത് MLA ശങ്കരമാരാരുടെ മകൻ ബാലു. വയസ്സ് 27. സ്ത്രീധനം വേണ്ട. നമുക്കിത് മതി. ആ MLA കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പയ്യൻ എങ്ങനെയാ? കാമദേവനല്ലേ. പെമ്പിള്ളേര് കണ്ടാൽ തല ചുറ്റി വീഴും. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. മാരാർ സാർ നേരിട്ട് കണ്ടോ. പ്രസാദ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ കൊണ്ടുവന്നതാ. ഇദ്ദേഹമോ? നിന്റെ അച്ഛന്റെ പ്രായമില്ലേ? അച്ഛന്ന് വിളിച്ചാ എന്താ കുഴപ്പം? ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടാ ദിവസവും അമ്പലത്തിൽ പോകുന്നതേ. എന്നാ അടുത്ത ഞായറാഴ്ച ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരും. ഓ ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ.
വളരെ സന്തോഷം. എന്താ ഇങ്ങനെ വേർക്കുന്നത്? ഒന്നുമില്ല. പിന്നെന്താ നോക്കി നിൽക്കുന്നത്? എന്തു പറ്റി? ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നിടത്ത് വരരുതെന്ന് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? ചെറുപ്പക്കാരിക്കുമ്പോ വരരുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് എന്റെ അച്ഛന്റെ പ്രായമില്ലേ? എന്നാലും അയാൾ ആണല്ലേ. ഞാൻ ഒഴികെ ഈ ലോകത്തുള്ള എല്ലാവരും ആണുങ്ങളാ. ആ, ഇനി മേലൽ വരില്ല. നോക്ക്, ഒരു ഗർഭസത്യാഗ്രഹം ഒത്തുതീർപ്പിലെത്തിക്കാൻ പോവുകയാണ്. കഥകളെല്ലാം ഭദ്രമായി അടച്ചേക്കണം. ആരെങ്കിലും വന്ന് തട്ടിയാൽ തുറക്കരുത്. അങ്ങനെ ഇവിടെ ആരും വന്ന് തട്ടില്ല. നിനക്ക് എന്തോ അറിയാം? എനിക്ക് വയസ്സായി പോയെന്ന് ഈ അയൽവക്കത്തുള്ള ചില എംബോക്കുകൾ തരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാര് വന്ന് തട്ടി നോക്കും. വരുമ്പോ ഞാൻ നോക്കിയോളാം. എടീ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്, നീ നോക്കരുതെന്ന്. ആ വാതിലടച്ചേ. എന്താ മാലിനി, നിനക്കൊന്ന് വല്ലാത്ത സന്തോഷം? പറയാം, നീ വാ തുറക്ക്. എന്തിനാ? തുറക്കടി. എന്താ വിശേഷം ഒന്ന് പറ. ഞാൻ ഒപ്പിട്ട് കൊടുത്ത വിവാഹമോചന പത്രിക കോടതി അംഗീകരിച്ചു. അതിനാണ് ഇത്രയും സന്തോഷം? അതേടി, എന്റെ ഹൃദയവും കഴുത്തിലെ താലിയും ഞാൻ ഒരുമിച്ചാണ് വലിച്ചു പൊട്ടിച്ചത്. ഇനി എനിക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. എന്തോന്നാ? ഇതുപോലുള്ള മൃഗങ്ങളുടെ കയ്യിൽ ഇനിയും എന്നെ പോലുള്ള പെൺകുട്ടികൾ അകപ്പെടാതിരിക്കാൻ വേണ്ടി എന്റെ ജീവിതം എനിക്കൊരു കഥയായി എഴുതണം. വാ. മാലിന്യോ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളമ്മേ. വാ, അകത്തോട്ട് പോകാം. മല്ലി, മല്ലി. എന്താ? ദേ, അപ്പുറത്തെ ബംഗ്ലാവിൽ ഇന്നലെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അവിടെയുള്ള ഒരുത്തൻ ഞാൻ കുളിച്ചോണ്ട് നിന്നപ്പോൾ എന്നെ തന്നെ നോക്കി നിന്നു. ഇപ്പൊ സാരി മാറിയപ്പോഴും അവിടെ വന്ന് നോക്കുന്നു. അവൻ ഏതെന്നറിയാ? എനിക്കറിയില്ല. അവന്റെ അണപ്പല്ലടിച്ച് താഴെ ഇടണം. വാടി, നമുക്ക് പോയി ചോദിക്കാം. അയ്യോ വേണ്ട, നീ ഇത്ര പേടിത്തൊണ്ടിയായി പോയല്ലോ. ഇപ്പൊ പോയി ചോദിച്ചില്ലെങ്കിൽ നാളെ നീ കുളിക്കുന്നിടത്ത് അവൻ കയറി വന്നിരിക്കും. വാടി. മിസ്റ്റർ, പുതിയതായി താമസത്തിന് വന്നിരിക്കുന്നത് അനാവശ്യം കാണിക്കാനാണോ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? കുറച്ചുകൂടി മര്യാദയായിട്ട് ജീവിക്കണമെന്ന്. കാര്യം എന്താണെന്ന് പറയൂ. പ്രായമായ പെൺപിള്ളേർക്ക് അയൽവക്കത്ത് താമസിക്കണ്ടേ? എനിക്ക് മനസ്സിലായില്ല. ആ മുറിക്കുള്ളിൽ നിന്നും ജനാല വഴി നോക്കിയത് ആരാണ്? ഓ, പ്രഭാകരനോ? ആ നോട്ടവും മട്ടും ഒക്കെ കാണണം. ഒരാട്ടോ വെച്ചു കൊടുക്കാൻ തോന്നും. ലക്ഷ്മി, നീയാണ് ഇതിനൊക്കെ കാരണം. പ്രഭാകരനോട് ഞാൻ എന്ത് പറഞ്ഞാലും നീ സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴെന്തുണ്ടായി? എന്തുണ്ടാകാനാ? അയൽവക്കത്തെ പെമ്പിള്ളർക്ക് അവനൊരു ശല്യമായി തീർന്നിരിക്കുന്നു. ഇത് നിങ്ങൾ അവനോട് നേരിട്ട് ചോദിച്ചാ മതി, അതാ നല്ലത്. പ്രഭേ, എന്താ ചേട്ടാ? ആ ഇങ്ങോട്ട് വാ. അതാ വരുന്നു. നീ അവിടെ എന്ത് ചെയ്യുന്നു? തുണി എടുക്കാതെ വരാൻ പറ്റുമോ? ഇതാ അയാളുടെ അഹങ്കാരം പിടിച്ച വർത്താനം കേട്ടോ. ശരിയാ, ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും തീരാത്ത അഹങ്കാരമാണ് അവന്. അങ്ങ് വരട്ടെ.
പ്രഭേട്ടനോ? എടാ, നീ ഇവരെ നോക്കി ചിരിച്ചോ? എല്ലാരും എന്നെ നോക്കി ചിരിക്കുമെന്നല്ലാതെ ഞാൻ ആരാ നോക്കി ചിരിക്കാനാ? പ്രഭേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം. യമുനയല്ലേ? അതെ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. പ്രഭയെ ഇതിനു മുമ്പ് അറിയുമോ? പ്രഭേട്ടൻ എന്നോടൊന്നിച്ചാണ് വീണ പഠിച്ചത്. യമുനയുടെ കൂടെയുള്ളതാരാ? എന്റെ കൂട്ടുകാരിയാ. ആളല്പം ചൂടാണല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അതുകൊണ്ട് പരിചയപ്പെടാൻ സമയം കിട്ടിയില്ല. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? അതുപോലെ തന്നെ. സാറിനെ ഞാൻ ചോദിച്ചെന്ന് പറയണം. പറയാം. എന്റെ കണ്ണു പോയതിനേക്കാൾ എനിക്ക് വിഷമമുണ്ടായി അദ്ദേഹത്തിന്റെ കൈ തുടർന്നു എന്നറിഞ്ഞപ്പോ. അച്ഛൻ ജീവിക്കുന്നേ ഉള്ളൂ പ്രഭേട്ട. ഞാൻ ഭാഗ്യവാനാണെന്ന് തോന്നുന്നു. അതെന്താ? വീണയിൽ വിരലോടിക്കാൻ കഴിയാതെ മിങ്ങിപ്പൊട്ടുന്ന ആളാണ് എന്റെ ഗുരുനാഥൻ. കാഴ്ചയില്ലാത്തത് കൊണ്ട് എനിക്ക് ആ മുഖം കാണേണ്ടി വരില്ലല്ലോ. പിന്നെ യമുനെ, അവിടുത്തെ ജനാല അടച്ചിടരുത്. യമുന വീണ വായിക്കുന്നത് എനിക്ക് കേൾക്കണം. പ്രഭേട്ടന് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. ഞാൻ എങ്ങനെ വരാനാ? ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോവാം. നമുക്ക് പോകാം. ഞാൻ വരാം. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ശരി. കലാകാരന്റെ പേര് കാലത്തിനെയും അതിജീവിക്കും. ഞങ്ങളെപ്പോലെയുള്ള MLA-മാർ മന്ത്രിമാരൊക്കെ വെറും നീർക്കുമിളകളാണ്. എല്ലാം ഈശ്വരകാരുണ്യം. എന്റെ എളിയ കഴിവനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്ത്രീധന സമ്പ്രദായത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അതിനൊന്നും വിഷമിക്കണ്ട. അതിന് എത്ര തന്നെ ചെലവായാലും അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നാളെ ഞാൻ കാർ അയക്കാം. മാരാർ വീട് വരെ ഒന്ന് വരണം. ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനും പുഷ്പരാജനും കൂടി വരാം. ആ, അങ്ങനെയാവട്ടെ. ഞാൻ ആ ഫോട്ടോ ഇനി എടുത്തോണ്ട് വരാം. വീണേ, ഏ, പ്രഭയല്ലേ വീണ വായിക്കുന്നത്? മോള് പോയി അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ശരി അച്ഛാ. വിനോദ് നമ്മുടെ മകളോട് കാണിച്ച വഞ്ചനയുടെ വേദന എനിക്കിപ്പോഴാണ് തീർന്നത്. ആ, വലിയ അമ്മയുടെ മോന് ഭർത്താവായിട്ട് കിട്ടുമ്പോഴേ ഞങ്ങളെ ഒന്നും മറന്നുകളയരുത്. ഒന്ന് പോടിയുള്ളൂ. വീണേ, ഇവൾക്ക് സമർപ്പിക്കാൻ ഞാനൊരു അപേക്ഷ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപേക്ഷയോ? അതെ, ഇവിടെ MLA അമ്മാവനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരേ. സാർ, എന്റെ അപേക്ഷ സ്വീകരിക്കുമോ? ആലോചിച്ചേ പരിഗണിക്കാൻ പറ്റൂ. കുളിക്കാൻ വരുന്ന വഴിയിലാ ജോലി ചോദിക്കുന്നത്? ക്ഷമിക്കണം, എവിടെ വന്ന് ചോദിക്കണമെന്ന് പറഞ്ഞാ അവിടെ വരാം. പറയാം. ഇത് പിടിക്ക്. വീണേ, ഇതെല്ലാം അവളുടെ കയ്യിൽ കൊടുക്ക. എന്തിന്? കൊടുക്കടി. ആ, നിന്നെ ഇന്നു മുതൽ എന്റെ PA നിയമിച്ചിരിക്കുന്നു. ഉത്തരവ്. പിന്നെ വേറെ എന്തെല്ലാം ജോലികൾ ചെയ്യാൻ അറിയാം? മണവാട്ടി അണിയിച്ചൊരുക്കാൻ അറിയാം. പിന്നെ പിന്നെ മണവാളിന്റെ മുറിക്കകത്താക്കിയിട്ട് അയ്യോ പോടെ അവിടുന്ന്.
വീണേ, ഇതാ പ്രഭ വരുന്നു. തപ്പി തടഞ്ഞു വീഴാതെ മോള് പോയി കൂട്ടിക്കൊണ്ടുവാ. വാ പ്രഭേട്ട. ആര്, വീണയോ? അതെ, വരൂ. സാറില്ലേ? MLA കാർ അയച്ചതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോയിരിക്കുക. വീണ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. അതെന്താ ഇന്ന് കോളേജില്ലേ? കോളേജ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ക്ലാസ് ഇല്ല, അതുകൊണ്ടാ പോകാത്തത്. ആരെയും സംസാരിച്ച് തോപ്പിക്കാൻ വീണയ്ക്ക് നല്ല സാമർഥ്യം ഉണ്ടല്ലോ. പ്രഭേ, ഇതാ മോനെ കാപ്പി. കാറിലല്ലേ വന്നത്? ഞാൻ അവരുടെ കാറിന് കാത്തു നിന്നില്ല. എന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല. യമയുടെ കല്യാണക്കാര്യത്തെ പറ്റി നീ ദേവമ്മയ്ക്ക് കത്ത്? ഇല്ല. എന്നാ ഇനി എഴുതണ്ട. അതെന്താ? ആ വിവാഹം നടക്കില്ല. അയ്യോ, ഗ്ലാസ് ഉടഞ്ഞോ? സാരമില്ല മോനെ, ജീവിതത്തിൽ എന്തെല്ലാം വീണുടയുന്നു. സ്ത്രീധനം കൊടുക്കാത്തത് കൊണ്ടാണോ തെറ്റിപ്പോയത്? പണം MLAക്ക് ഒരു പ്രശ്നമല്ല. കോടിക്കണക്കിന് അയാൾക്ക് സമ്പാദ്യമുണ്ട്. പിന്നെന്താ അവരുടെ മനസ്സ് പെട്ടെന്ന് മാറിപ്പോയത്? ഈ വിവാഹം വേണ്ടെന്ന് വെച്ചത് അവരല്ല, ഞാനാണ്. നിങ്ങളോ? ആ MLAയുടെ മകൻ ഒരു മാനസിക രോഗിയാണ്. വർഷങ്ങളായി ചികിത്സിച്ചിട്ടും അവന് ഭ്രാന്ത് മാറിയില്ല. ഇനിയൊരു വിവാഹം കഴിപ്പിച്ച് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിയാണ് അവരിവിടെ ആലോചനയ്ക്ക് വന്നത്. ദൈവമേ, എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. ആ രാഗം വായിക്കരുത്. യമുനേ, ഒന്ന് നിർത്തടി. അച്ഛനും അമ്മയും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, ഉടനെ അവൾ കിളക്കം കൂടും. പിന്നെ ഞാൻ കുത്തിയിരുന്ന് കരയണോ? എനിക്കിവിടെ കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ല. വീണേ, ഒരു വിവാഹാലോചന തെറ്റിപ്പോയെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കാൻ ഈ വീണപ്പെണ്ണിനെ കിട്ടുകയല്ല. ഒന്ന് മതിയാക്കടി. എന്തിനാ മതിയാക്കുന്നേ?
പെൺപിള്ളേരായാലേ തന്റെ ഇടം വേണം. ഒരെണ്ണം തെറ്റിയാൽ 9 എണ്ണം വരും. അച്ഛനും അമ്മയും പോയിരിക്കുന്നതേ നിനക്ക് നല്ലൊരു കല്യാണം ഉറപ്പിക്കാനാ. പക്ഷെ നീ ഇങ്ങനെ തൊട്ടാവാടിയാകുന്നത് എല്ലാവർക്കും നാണക്കേടാ. വേണേ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഉപദേശമൊന്നും വേണ്ട. എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. യമുനെ, എന്താ പ്രകൃത? എപ്പോഴും കിലുകിച്ചിരിക്കുന്ന യമുനെ എന്താ ഇപ്പൊ മുത്തില്ലാത്ത കിലുക്കാൻ പറ്റുപോലായത്? ഒന്നുമില്ല. ഇന്നലെ ഞാൻ വീണ വായിച്ച് യമുനെ വേദനിപ്പിച്ചു. ഇന്ന് അഞ്ചത്തി വീണയുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചു. പെണ്ണായി ജനിച്ചു പോയാൽ പലതും അനുഭവിക്കണ്ടേ? ഹലോ വീണ, ഗുഡ് മോർണിംഗ്. എന്താ താമസിച്ചത്? ചേച്ചിയുടെ കണ്ണു വെട്ടിക്കാതെ ഇറങ്ങി വരാൻ ഒക്കുമോ? ഡേ, പിന്നൊരു കാര്യം, മേലെ ഇങ്ങനെ വീടിന് ചുറ്റും വന്ന് ചൂളം അടിക്കരുത്. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാ? ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ വിളിക്കാന്ന് വിചാരിക്കും. മതി മതി. ഇന്നത്തെ പ്രോഗ്രാം എന്താ? നേരെ ബീച്ചിൽ പോണം, എന്നിട്ട് സിനിമയ്ക്ക് പോണം. അയ്യോ വേണ്ട. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തിയില്ലെങ്കിലേ അച്ഛൻ കാലിന്റെ മുട്ട് തല്ലി ഓടിക്കും. നമുക്ക് മാറ്റിനിക്ക് പോവാം. ഓൾ റൈറ്റ്, കേറിക്കോ. പോവാം. പ്രഭേ, ഞാൻ മതി മറന്നിരിക്കുകയായിരുന്നു. ഏതായാലും സന്ധ്യയായില്ലേ, വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ കൂടെ വരണോ പ്രഭേട്ട? വേണ്ട യമുനെ, പതിവായി വന്നു പോകുന്നതുകൊണ്ട് വഴിയിലെ ഓരോ മണത്തിരിയെക്കുറിച്ചും എന്റെ കാലിന് നല്ല നിശ്ചയമുണ്ട്. വരട്ടെ സാർ. ഇവിടെ നിർത്തൂ. ഇവിടെ നിർത്തൂ. മുരളീട്ടാ, നമ്മൾ സിനിമയ്ക്ക് പോയ കാര്യം മുരളീട്ടൻ ആരോടും പറയരുതേ. പറഞ്ഞാലെന്താ? വീണ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ? എന്നായാലും വീട്ടുകാരും നാട്ടുകാരൊക്കെ അറിയേണ്ടതല്ലേ? മതി മതി. അപ്പൊ ശരി, നാളെ കാണാം. ബൈ. ഗുഡ് നൈറ്റ്. ആരാത്? ആരെങ്കിലും ആയിക്കോട്ടെ, അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്നേ ഉള്ളൂ. കേൾവിക്ക് കുഴപ്പമൊന്നുമില്ലാത്തോണ്ട് ചോദിച്ചതാ. ദേ, അവരവർക്ക് ആവശ്യമുള്ള കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി കേട്ടോ. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എന്റെ കൂട്ടുകാരിക്ക് ക്ലാസ്സിൽ നിന്ന് നോട്ട് എഴുതിയെടുക്കാൻ കഴിഞ്ഞില്ല അച്ഛാ. ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോയതാ. എവിടെ പോയാലും സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണമെന്ന് അറിയില്ലേ? അറിയാം. എന്നിട്ട് നിനക്ക് അല്പം സ്വാതന്ത്ര്യം കൂടിപ്പോയി അല്ലേ? ഇനി ഒരിക്കലും ഞാൻ താമസിക്കില്ല അച്ഛാ. പോ. നിൽക്കടി. മണി എത്രയാന്ന് നോക്കൂ. കുറച്ചൊക്കെ അനുസരണ വേണം കേട്ടോ. ജാനകി, നാളെ തഹസിൽദാരുടെ മകൻ യമുനയെ കാണാൻ വരും. ചേട്ടത്തി, ചേട്ടത്തി. ഇതെന്താ, ഭാഗ്യക്കുറിയാണോ? അതെ, ഒരു മഹാഭാഗ്യം കൈവരുമെന്നറിയാനാ. കാര്യം എന്താണെന്ന് തുറന്നു പറ. ചേട്ടത്തി എടുക്ക്, അപ്പൊ പറയാം. നടക്കോ ചേട്ടത്തി? കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ പറയില്ല. ആ പാവ യമുനയ്ക്ക് ഇന്നും ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അത് നടക്കുമെന്നറിയാനാ. എന്നാൽ നടക്കും. ചേട്ടത്തിന്റെ ഐശ്വര്യമുള്ള കൈവിട്ടല്ലേ കുറിയെടുത്തത്. അപ്പൊ തീർച്ചയായും നടക്കുമെന്ന് എനിക്കറിയാം. എന്റെ കൈയുടെ ഗുണമല്ല, നിന്റെ മനസ്സിന്റെ പ്രാർത്ഥന കൊണ്ടാണ്. അത് നടക്കാതിരിക്കില്ല. നീ വന്ന് ഊണ് കഴിക്കൂ. മരുമകളെ വേണമായിരുന്നെങ്കിൽ 100 പെൺപിള്ളേരെ കിട്ടുമായിരുന്നു. പക്ഷേ അവരാരും എന്റെ കണ്ണിൽ യമുനയാകില്ല. ദേവമേ, ഇനി ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വേദനിക്കേണ്ട. വിനോദ് യമുനെ വിവാഹം കഴിച്ചില്ലെങ്കിലും അവൾ എന്നും നിന്റെ മരുമകൾ തന്നെയാ. അത് പോട്ടെ, ഈ തഹസിൽദാരുടെ മകൻ എങ്ങനെയാ? വിനോദിനെ പോലെ തന്നെ ഒരു കൊച്ചു മിടുക്കനാ. എങ്ങനെയെങ്കിലും വിവാഹം നടത്താതെ നിന്റെ ചേട്ടൻ ഉറങ്ങുകയല്ല.
ദേവമ്മയോ വിനോദ് ഭാര്യയൊക്കെ സുഖമായിരിക്കുന്നു. ഞാൻ അവരുടെ കാര്യങ്ങൾ അധികമൊന്നും അന്വേഷിക്കാറില്ല ചേട്ടാ. അങ്ങനെ പറയരുത്. നീ അവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരേണ്ടതായിരുന്നു. ഞാൻ എന്ത് മുഖവും വെച്ചോണ്ടാ ചേട്ടാ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇന്ന് നോക്ക്, അവൻ കൊണ്ടുവന്നിരിക്കുന്ന പെൺകുട്ടിയെയും ഞാൻ എന്റെ മകളായിട്ടാണ് കരുതിയിരിക്കുന്നത്. പോയ കാര്യം എന്തായി? ദേവമ്മ വന്നിട്ട് വല്ലതും കഴിച്ചോ? ജാനകി, വിനോദിനോട് ഭാര്യയും കൂട്ടി ഇങ്ങോട്ട് വരാനായി ഇന്ന് എന്നെ എഴുത്ത് എഴുതിയിടണം. അവള് പ്രസവത്തിന് പോയിരിക്കാ ചേട്ടാ. അപ്പൊ നീ മുത്തശ്ശിയാവാൻ പോകുന്നെന്ന് പറ. ഇരിക്ക്. അധികം താമസിക്കാതെ ചേട്ടനെ മുത്തച്ഛനാകാമല്ലോ. ആ തഹസിൽദാരുടെ മോന്റെ കാര്യം ഉറപ്പിച്ചോ? എന്നാ നീ വല്ലതും കഴിക്കാൻ നോക്ക. അച്ഛൻ മുഹൂർത്തം നിശ്ചയിച്ചിട്ട് വരുന്ന സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാനാ എല്ലാവരും കാത്തിരുന്നത്. അതെ, സന്തോഷം താങ്ങാൻ വയ്യാതെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ പോലെ ശപിക്കപ്പെട്ട ഒരുത്തൻ ഈ ലോകത്തുണ്ടാവില്ല. എന്താ ഉണ്ടായെന്ന് പറയൂ. അവനൊരു വലിയ തഹസിൽദാരാണ്, വലിയ പ്രമാണിയാണ്. പക്ഷേ വാക്കിന് സ്ഥിരതയില്ലാത്തവൻ. എന്താ കാര്യമെന്ന് പറയൂ ചേട്ടാ. അവന്റെ മോന് മറ്റൊരുത്തിന് 50,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവനെ കല്യാണം ഉറപ്പിച്ചു. ഞാനൊരു പട്ടിയെ പോലെ മടങ്ങിപ്പോന്നു. ദൈവമേ, നീ എനിക്ക് എന്തിനാ പെമ്മക്കളെ തന്നു? അച്ഛാ, എന്താ പ്രഭേ? ഇതിലെന്താ എഴുതിയിരിക്കുന്നു നോക്ക്. നോ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ചേട്ടത്തിനോട് കള്ളം പറഞ്ഞു അല്ലേ? ക്ഷമിക്കൂ പ്രഭേ, യമുനയ്ക്കൊരു ജീവിതം കിട്ടാത്തതിൽ നീ എന്തുമാത്രം സഹതപിക്കുന്നുവെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കണ്ണില്ലാത്ത എന്നോട് ചേട്ടത്തി കള്ളം പറഞ്ഞില്ലേ? അതുകൊണ്ടാ എന്റെ മനസ്സ് വേദനിക്കുന്നത്. പ്രഭേ, നടക്കേണ്ട കാര്യമാണെങ്കിൽ എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും അത് നടക്കും. നടക്കാത്ത കാര്യമാണെങ്കിൽ നാം എത്ര പരിശ്രമിച്ചാലും അത് നടക്കില്ല. നിങ്ങൾ എന്നോട് പരിഭവിച്ചിട്ട് ഒരു കാര്യവുമില്ല. യമുനയ്ക്ക് ഒരു കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി ഓടി ഓടി എന്റെ ലൂണാടെ 2 ടയറും ദേ ഇതുപോലെയായി. ആരൊക്കെ ഓടിയിട്ടും കാര്യം നടന്നില്ലല്ലോ. ഒന്ന് പോയാൽ മറ്റൊന്ന് വരും. നമ്മൾ ധൈര്യം വിടാൻ പാടില്ല. പുഷ്പരാജ, വിവാഹാലോചനയുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഒരു പെണ്ണിന്റെ മാനം പോയാൽ അത് തിരിച്ചു കിട്ടുകയില്ല. 50,000 രൂപയ്ക്ക് വേണ്ടിയല്ലേ അവൻ മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചത്? നമ്മൾ 1,00,000 രൂപ കൊടുക്കാന്ന് പറയൂ യമുനയെ കല്യാണം കഴിക്കാൻ. എന്തായി പറയുന്നത്? ഇനി ഒരാൾ 1,00,000 രൂപ കൊടുക്കാന്ന് പറയും. ഇത്ര ആളുകൾ അവരെ പിന്നാലെ പോകും. കഴിഞ്ഞതൊക്കെ പോട്ടെ, യമുനയ്ക്ക് ഒരു നല്ല വിവാഹം ഉറപ്പിക്കാൻ നിങ്ങൾ കഴിയുമോ? എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കാം. ഇങ്ങനെ ഒരു വാക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇപ്പൊ തന്നെ പറക്കും. എടോ, മനുഷ്യത്തുള്ള ആരെങ്കിലും കിട്ടുമെന്ന് നോക്ക്. അപ്പൊ ഞാൻ ഇതുവരെ കൊണ്ടുവന്നൊക്കെ മൃഗങ്ങളായിരുന്നു. പലരും പെരുമാറിയത് അങ്ങനെയാണ്. ഇനി ഞാനൊരു കേസ് കൊണ്ടുവരും. അതെങ്ങനെ ഇരിക്കുന്നു നോക്കിക്കോളാം. ഞാൻ ഇന്ന് എന്നെ വീട്ടിലേക്ക് പോവുക. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. യമുനയുടെ കല്യാണം ഉറപ്പിച്ചാൽ ഉടനെ ചേട്ടൻ അങ്ങോട്ട് വരണം. ആവശ്യമുള്ള പണം ഞാൻ ഉണ്ടാക്കിത്തരാം. ഇന്ന് ദേവമ്മയുടെ അടുത്ത് പോവണ്ടേ? യമുനയ്ക്ക് വേണ്ടി ഈ പണം വാങ്ങിയാൽ വിനോദിന് എന്ത് തോന്നും ജാനകി? ശരിയാണ്. പക്ഷേ ഈ കല്യാണം നടക്കണമെങ്കിൽ അത് വാങ്ങാതെ നമ്മൾ എന്ത് ചെയ്യും? അച്ഛാ, ഒരു ടെലിഗ്രാം. ഒട്ടിച്ച് വായിക്കേ. എന്താ മോളെ? അമ്മേ,
ലോകമില്ല മോളെ. അങ്ങനെ വരട്ടെ. പ്രഭേ, സാറാണോ? എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ പെങ്ങൾ മരിച്ചുപോയി. ഞാനും ജാനകി അങ്ങോട്ട് പോവാ. മോനെ, വീട്ടിൽ യമുനയും വീണയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. എല്ലാം ഞാൻ നോക്കിക്കോളാം. പോവാ. പ്രകൃതൻ അകത്തേക്ക് വരുന്നില്ലേ? ഞാൻ വൈകുന്നേരം വരാം. ചേച്ചി, വീണേ വീണേ വീണേ. എന്താണ് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ഈ കുട്ടിയുടെ ഭർത്താവിനൊരു സന്തോഷ വാർത്ത അറിയിച്ചേക്കൂ. ഗർഭിണിയാണ്. ചേച്ചി, എന്താ? എനിക്ക് മാപ്പ് തരണം. മാപ്പ് ചോദിച്ച് അവസാനിപ്പിക്കാവുന്ന കാര്യമാണോ സംഭവിച്ചിരിക്കുന്നത്? നീ ഈ തറവാടിന്റെ അഭിമാനം നശിപ്പിച്ചു. അച്ഛനമ്മമാരെ മറന്നു. ഇല്ല ചേച്ചി, ഞാൻ ആരെയും മറന്നില്ല. മുരളിയേട്ടനോടുള്ള അതിര് കവിഞ്ഞ സ്നേഹം കൊണ്ട് ഒരു നിമിഷം ഞാൻ എന്നെ മറന്നു. എടി, പ്രായമായി കഴിഞ്ഞാൽ ഒരു പെണ്ണിന് കാവൽ അവൾ മാത്രമാണ്. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അച്ഛൻ എരുതിക്കുള്ളിൽ പിടഞ്ഞുകൊണ്ടാണ് എന്റെയും നിന്റെയും ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. നീ നശിച്ചു പോയെന്നറിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കുമെന്ന് നിനക്കറിയാമോ? അച്ഛൻ നിന്റെ മുമ്പിൽ മരിക്കും ചേച്ചി. അല്ലെങ്കിൽ അച്ഛന്റെ മുമ്പിൽ നീ മരിക്കേണ്ടി വരും. ഇല്ല ചേച്ചി, മുരളിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. വീണേ, പുരുഷന്മാർക്ക് വാക്ക് മാറാൻ ഒരു നിമിഷം മതി. മുരളിയേട്ടൻ അത്തരക്കാരനല്ല ചേച്ചി. അവൻ എവിടെയുള്ളവനാണ് എനിക്കറിയില്ല. അതുപോലും അറിയാതെയാണ് നീ അവന്റെ പിന്നാലെ പോയത് അല്ലേ? ചേച്ചി ക്ഷമിക്കൂ. ഇനി മുരളിയേട്ടനെ കാണുമ്പോൾ ഞാൻ എല്ലാം ചോദിച്ചു മനസ്സിലാക്കാം. അതുവരെ ചേച്ചി അച്ഛനോടും അമ്മയോടും പറയരുത്. തീക്കനൽ മടിയിൽ മറച്ചു വയ്ക്കാമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. ചേച്ചി, ഇനി ഒന്നും പറയണ്ട. ഇത്രയും ദൂരം നീ ഒഴുകി പോകുമെന്ന് ഞാൻ കരുതിയില്ലടി. ഞാൻ അകപ്പെട്ടു പോയി ചേച്ചി. എന്നെ രക്ഷിക്കാൻ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. മുരളിയേട്ടൻ, വീണേ. മുരളിയേട്ടാ, ഞാൻ വരാൻ താമസിച്ചതിൽ വീണ വിഷമിച്ചല്ലേ? എല്ലാം ഞാൻ പറയാം. വരൂ. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ല, നമ്മൾ പോകുന്ന വഴിക്ക് പറഞ്ഞാ പോരെ? പോരാ, വളരെ ഗൗരവമുള്ള കാര്യമാണ് സംസാരിക്കാനുള്ളത്. വരൂ നീ. വരൂ. ചേച്ചി, ഇതാണ് മുരളിയേട്ടൻ. മിസ്റ്റർ, നിങ്ങൾ ഇവളും തമ്മിൽ സ്നേഹമാണോ? ആ, അതെ. നിങ്ങൾക്ക് ഇത്രയും വലിയ തെറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടായത് ഈ വീട്ടിൽ പ്രായമായ ആമ്പിള്ളേരില്ലാത്തത് കൊണ്ടല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഞാൻ സ്നേഹിച്ചേനെ, എന്റെ ഫ്രണ്ട്സ് ആയിട്ട്. നിങ്ങളുടെ തമാശ എവിടെ വരെ എത്തിയെന്ന് നിങ്ങൾക്കറിയാമോ? ഇവൾ ഗർഭിണിയാണ്. വീണേ, നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ വീണയെ സ്നേഹിച്ചത് വഞ്ചിക്കാനില്ല. ഇതുപോലെ ഒരു അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവനാ ഞാനും. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ആ തെറ്റിലൂടെ ഇവൾ മാത്രമല്ല, ഈ കുടുംബവും ഒന്നോടെ തകരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്റെ അച്ഛനമ്മമാരുടെ അനുവാദത്തോടു കൂടി തന്നെ ഞാൻ വീണയെ വിവാഹം കഴിക്കും. വരട്ടെ. പ്രഭേ,
എന്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചപ്പോഴാണ് ഈ ശരീരം ആദ്യമായി സ്തംഭിച്ചത്. ഇപ്പൊ ദേവമ്മ കൂടി പോയപ്പോ എന്റെ മനസ്സും മരവിച്ചു. എന്തിന് ജീവിക്കുന്നു എന്ന് പോലും എനിക്കിപ്പോ തോന്നിപ്പോകുന്നു. സാറ് അറിവുള്ള ആളല്ലേ, അങ്ങനെയും ചിന്തിക്കരുത്. അതെ, എന്റെ മക്കൾക്ക് ദേഹം അമ്മായിയല്ല അമ്മയായിരുന്നു. യമുനയുടെ കല്യാണം നടത്താൻ വേണ്ടി എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് ദേവമ്മ പോയത്. എന്നാൽ എത്രയും വേഗം യമുനയുടെ വിവാഹം നടത്താൻ ശ്രമിക്കണം സാർ. ശ്രമിക്കാഞ്ഞിട്ടാണ്. ഓരോ ആലോചന വരുമ്പോഴും വിധി അവളുടെ മാംഗല്യ ദീപം കൊളുത്തുന്നത് കൊടുങ്കാറ്റിന്റെ നടുവിലാണ്. ഞാൻ എന്ത് ചെയ്യും? ആരാ? നമസ്കാരം. ഇരിക്കൂ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. മുമ്പൊരിക്കൽ ടാഗോർ സെന്റിനറി ഹാളിൽ കച്ചേരി നടന്നുകൊണ്ടിരിക്കെ കൈയടിച്ചപ്പോൾ ദേഷ്യപ്പെട്ടില്ലേ? അപ്പോ മാഫി ചോദിച്ച ഒരാളെ ഓർമ്മയുണ്ടോ? അത് ഞാനാണ്. ഇപ്പൊ ഞാൻ ഓർക്കുന്നു. ഇരിക്കൂ, ഇരിക്കൂ. പക്ഷേ ആ കാലമൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി. അങ്ങ് മറന്നിരിക്കാം, പക്ഷേ അന്നത്തെ വീണക്കച്ചേരി ഞങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ജാനകിയോട് കാപ്പി കൊണ്ടുവരാൻ പറയും. കാപ്പിയൊക്കെ ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ടാവാം. അതിപ്പോ കാപ്പി കുടിക്കുന്നതുകൊണ്ട് കാര്യം പറയാൻ തടസ്സമൊന്നുമില്ലല്ലോ. അവൻ എന്റെ ശിഷ്യൻ. കണ്ണിന് കാഴ്ചയില്ല, പക്ഷേ മനസ്സ് നിറയെ സംഗീതമാണ്. ആ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇവൻ എന്റെ മകനാണ് മുരളി. അങ്ങയുടെ മകളെ ഇവന് വേണ്ടി ആലോചിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മുൻകൂട്ടി അറിയിക്കാത്തതിൽ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. കാപ്പി കൊണ്ട് കൊടുക്കുമോളെ. അത് അമ്മേ, അവരെന്നെ കാണാനല്ല വന്നിരിക്കുന്നത്, വീണെ കാണാനാ. വീണെ കാണാനോ? അതെ അമ്മേ. നിങ്ങളൊക്കെ എന്തായി പറയുന്നത്? അമ്മയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ചോദിച്ചു നോക്ക്. വീണേ, നീ കാപ്പി കൊണ്ട് കൊടുക്ക്. എനിക്ക് വയ്യ, ചേച്ചി കൊണ്ട് കൊടുത്താൽ മതി. ആരായാലും വഴക്കുണ്ടാക്കാതെ തണുക്കുന്നതിന് മുമ്പോട്ട് കൊടുക്ക്. ജാനകിയെ, ദാ വരുന്നു. വേഗം കൊണ്ട് ചെല്ലുമോളെ. അങ്ങയുടെ കുടുംബവുമായി ഒരു ബന്ധമുണ്ടാകുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ആ, ഇതാണ് എന്റെ മൂത്ത മകൾ യമുന. വേണ്ട മോളെ. ജാനകിയെ, ഇത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖര കുറുപ്പ. മകന് വേണ്ടി ഒരു ആലോചനയെ വന്നിരിക്കുക. ക്ഷമിക്കണം, ഇവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ഇളയ മകൾ വീണയാണ്. മുരളി ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നല്ലാതെ മറിച്ചൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം നടത്താം. മൂത്തവളിരിക്കെ അനിയത്തിയുടെ വിവാഹം നടത്തുന്നത് മര്യാദയാണോ? അനുജത്തിയുടെ വിവാഹം ആദ്യം നടത്തുന്നത് ഒരു അപരാധമൊന്നുമല്ല. പ്രഭേ, ഭ്രാന്ത് പറയുന്നു. ഈ തറവാട്ടിലെ കാര്യങ്ങൾ മുറപ്രകാരം നടന്നാ മതി. അതായിരിക്കും ഇളയ മകൾ. അതെ. കാരണവന്മാർ അറിയാതെ കല്യാണം ഉറപ്പിച്ചവർക്ക് നാണമോ? ആ, ഞാനൊരു നല്ല കാര്യം പറയാം. എന്താണ്? ഇവർ രണ്ടുപേരുടെയും വിവാഹം നമുക്ക് ഒരുമിച്ച് നടത്താം. അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ വളരെ സന്തോഷം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആട്ടെ, വരട്ടെ. ആര്? പുഷ്പരാജനോ? ഓ, ഈ ശകടവും കൊണ്ട് ഇറങ്ങിയ എന്റെ ഗതി കണ്ടോ? രാവിലെ മുതലുള്ള തള്ളല കണ്ടാലത് പോട്ടെ. മാരാർ സാറ് ഇവിടെ ഇത്രയും വലിയൊരു അത്യാഹിതം ഉണ്ടായിട്ട് ഒന്ന് കാണാനോ ആസ്വദിപ്പിക്കാനോ എനിക്ക് പറ്റിയില്ലല്ലോ. എന്താ പറയുന്നത്? അത് തന്നെ, ദേവമ്മയുടെ മരണകാര്യം പറയുകയായിരുന്നു. ഓ, എന്തോ ഒരു ഗുണമതിയായിരുന്നു, പോയല്ലോ.
മാരാർ സാർ വിഷമിക്കാതിരിക്കൂ. നിങ്ങളുടെ പെങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ യമുനയുടെ വിവാഹം നടക്കണം. ഈ ഇന്ത്യ രാജ്യം മുഴുവനും പദയാത്ര നടത്തിയാലും നല്ലൊരു ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഇവിടെ കാലുകുത്തും. ഈ പല്ലവി ഞാൻ എത്ര കാലം കൊണ്ട് കേൾക്കുന്നതാ. ഇന്നലെ വരെ പറഞ്ഞതുപോലല്ല, ഇതെന്റെ അവസാനത്തെ പറച്ചിലാണ്. ഇത്തവണ യമുനയുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് എഴുതും. എന്തോന്നിന്? 2 ഫോറിൻ കത്തി അയച്ചു തരാൻ. ഇപ്പോഴത്തെ തൊഴിൽ നിർത്തിയിട്ട് ഞാൻ ബാർബർ ഷോപ്പ് തുടങ്ങും. യമുനെ പാല് തളിച്ചു പൊങ്ങിയത് കണ്ടില്ലേ? നിനക്ക് എന്ത് പറ്റി വിനോദ്? ഞാൻ യമുനയോട് ചെയ്ത ദ്രോഹത്തിന് പ്രതിഫലം കിട്ടി അമ്മ. എന്തുണ്ടായെന്ന് പറ. അമ്മായി, എന്റെ ഭാര്യ പ്രസവത്തിൽ മരിച്ചുപോയി. എനിക്കിനി ആരുമില്ല. അങ്ങനെ പറയാതെ മോനെ. ഈ പഠിക്കാതെ ചവിട്ടാനുള്ള യോഗ്യത എനിക്കില്ല. ഞാനൊരു മഹാപാവിയാണ്. കഴിഞ്ഞതൊക്കെ മറക്ക. നീ പോയി കുളിച്ച് ആഹാരം വല്ലതും കഴിക്കാൻ നോക്ക്. വാ മോനെ. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയാ 4 ദിവസം പുറത്തു മാറിയിരിക്കാൻ നിന്നോട് പറഞ്ഞത്. എനിക്ക് പേടിയൊന്നു ചേച്ചി. ഒന്നും പേടിക്കണ്ട, മുരളി മനസാക്ഷിയുള്ളവനാ. നീ എന്താ ഇവക്ക് കൂട്ടിരിക്കുവന്നു? ഇല്ലമ്മേ, പിന്നെ ഞാനൊരു കാഴ്ച കണ്ടോണ്ടിരിക്കുക. എന്ത് കാഴ്ച? ദേ അങ്ങോട്ട് നോക്കിക്കേ. എനിക്കിനി കല്യാണമൊന്നും വേണ്ടമ്മ. ജീവിതാവസാനം വരെ നിങ്ങളോടത്ത് ഇവിടെ കഴിഞ്ഞാൽ മതി. യമുനയുടെയും വീണയുടെയും കല്യാണം ഒന്നിച്ചടന്ന് പിന്നെ ആരും ഈ വീട്ടിലുണ്ടാവില്ലല്ലോ. അതെ, എനിക്കിനി അമ്മയും അച്ഛനും ദൈവം എല്ലാം നിങ്ങളാണ്. മോളെ, വിനോദിന് എന്ത് മാറ്റം വന്നെന്നറിയാമോ? അസുഖമായതിനു ശേഷം മുറ്റത്ത് പോലും ഇറങ്ങാത്ത ആളിനെയാ അവൻ കൊണ്ടുപോയി കുളിപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ബുദ്ധിയെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല. ഈ വരവും എന്തെങ്കിലും ദ്രോഹം ചെയ്യാനാണോ എന്ന് കണ്ടിട്ടേ പറയാനൊക്കൂ. അതും ശരിയാ. പ്രഭയോ? പ്രഭ അടുത്ത വീട്ടിലാ താമസം. പക്ഷേ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെയാ. നിന്റെ അമ്മ മരിച്ചപ്പോ ഈ വീട് പ്രഭയെ ഏൽപ്പിച്ചിട്ടാ ഞങ്ങൾ അങ്ങോട്ട് വന്നത്. അതാരാ? എന്റെ അനന്തരവനാ വിനോദ്. നമസ്കാരം സാർ. ആർക്കാ നമസ്കാരം പറയുന്നത്? ഞാനിവിടെ. ക്ഷമിക്കണം, ഞാൻ കാഴ്ചയില്ലാത്തവനാണ്. കാഴ്ചയില്ലെങ്കിലും അവൻ ഒന്നാം തരമായി വീണ വായിക്കും. എന്താ ശിഷ്യനാ? അമ്മാവൻ ഈ സുഖമില്ലാത്ത കാലത്ത് എന്തിനാ പഠിക്കാനും പഠിപ്പിക്കാനോ പോകുന്നത്? വിനോദ്, എന്റെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടപ്പോ ഞാൻ വീണയുടെ നാദം കേൾക്കുന്നത് ഈ പ്രഭയിലൂടെയും എന്റെ മകളിലൂടെയാണ്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിനോദ് സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തോ കേട്ടിട്ടുള്ളത്? യമുനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരുന്ന ആളല്ലേ? ആ അതെ. എന്താണ്? ഒന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. ഗോപി സാറല്ലേ? ഗോപി സാറേ, അവിടെ ഇരിക്കണം, ഞാനിതാ വരുന്നു. ഓ, കുഞ്ഞിനെ കുളിപ്പിക്കാണോ? അതെ, അവൾക്ക് സ്കൂളിൽ പോകാൻ നേരമായി. പ്രേമ നൈരാശ്യം മൂലം തൂങ്ങിച്ചാകുന്നവരുടെ സംഖ്യ കൂടി വരിക. ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ? ഞാനിവിടെ തൂങ്ങാതെ നിൽക്കുമ്പം. പിന്നെന്താ ഇങ്ങോട്ട്? ഗോപി സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? പുതിയ കാര്യമൊന്നുമില്ല.
എത്രയോ നാളുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കുഞ്ഞിനെ സമയത്തിനൊന്ന് കുളിപ്പിക്കാനും മനോഹരമായി ഡ്രസ് ചെയ്യിക്കാനും സമയത്ത് സ്കൂളിൽ വിടാനും ഇവിടെ ഒരാൾ വേണമെന്ന്. അതിന് ഞാനുണ്ടല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. ഭാര്യ മരിച്ചു പോയെങ്കിലും ഗോപി സാറ ഇന്നും ചെറുപ്പമാ. പറ്റിയൊരു വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം? ഈ കാര്യവുമായി ഇങ്ങോട്ട് വരരുതെന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള. അത് ശരിയാണെങ്കിലും ഇതൊരു പെൺകുട്ടിയാണ്. പ്രായമാവുമ്പോൾ ഒരു കല്യാണാലോചനയായിട്ട് ഞാൻ വരും. അതുവരെ ഈ പെൺകുട്ടിക്ക് ഒരു തള്ളയുടെ തണൽ ആവശ്യമാണ്. പുഷ്പരാജ, നിങ്ങൾ എന്തു പറഞ്ഞാലും ഒരു രണ്ടാം വിവാഹത്തിന് ഞാൻ ഒരുക്കമല്ല. എന്റെ തുളസിയുടെ ഓർമ്മകളുമായി ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിക്കോളാം. തുളസിയെ പോലെ തന്നെ സായം കുഞ്ഞിനെയും സ്നേഹിക്കുന്ന മറ്റൊരാളെ കിട്ടിയാലോ? അതിന് തുളസി തന്നെ തിരിച്ചു വരണം. മോളെ, റൊട്ടിയും പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് എളുപ്പം വരും. ഓ, റൊട്ടിയും പാലും എടുത്തു കഴിക്കാൻ ഈ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ ഞാൻ 10 കല്യാണം കഴിച്ചേര്. ഞാൻ പോട്ടെ. പുഷ്പരാജ, എന്താ ഇങ്ങനെ? പറയാ, ഞാൻ ഇരുന്നോട്ടെ. നിങ്ങൾ അവരെയും കൊണ്ട് രാവിലെ എത്തുന്നല്ലേ പറഞ്ഞത്? അതെ, പറഞ്ഞ പോലെ തന്നെ എക്സൈസ് കമ്മീഷണറെ മകനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാ ഞാൻ അങ്ങോട്ട് ചെന്നത്. എന്നിട്ട് അങ്ങോട്ട് മാന്യമായി ഗേറ്റ് വഴി ചെന്ന ഞാൻ ഇങ്ങോട്ട് മതിൽ ചാടിയാ രക്ഷപ്പെട്ടത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആ കമ്മീഷണർ രാവിലെ വിഷമത്തി അടിച്ചോണ്ടെന്നാ തോന്നുന്നത്. ഒരു കത്ത് എന്റെ നേർക്ക് വലിച്ചെറിഞ്ഞിട്ട് കണ്ണടച്ച് പിടിച്ചോണ്ട് ഷറുപുറാന്ന് ഇംഗ്ലീഷിൽ എന്നെ കുറിച്ച് തെറി. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിനും യെസ് യെസ് എന്ന് വെച്ചു. ഒടുവിൽ എന്നെ തന്നെ ചെരിപ്പുഴപ്പോഴാണ് ഞാൻ മതിൽ ചാടി ഓടിയത്. ഇന്നലെ അവർക്ക് കിട്ടിയ എഴുത്താണ്. എന്താ അതില്? കമ്മീഷണർ സാർ, വിദ്വാൻ കൃഷ്ണമാരാരുടെ മകളെ നിങ്ങളുടെ മകൻ വിവാഹം ചെയ്യാൻ പോകുന്നതായി അറിഞ്ഞു. നാട്ടിൽ അവരെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ടോ, നിങ്ങളെപ്പോലെ അന്തസ്സുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധം പറ്റിയ നാണക്കേടാണ്. വീണ പഠിക്കാനെന്ന പേരിൽ അയലത്തുള്ള ചെറുപ്പക്കാർ കയറി ഇറങ്ങുന്ന വീടാണിത്. നിങ്ങളുടെ മകന് അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെ കിട്ടുന്നതാണ് എന്റെ വിശ്വാസം. സ്നേഹപൂർവ്വം, ഒരു ബന്ധു. ദ്രോഹം ചെയ്തവനാരായാലും അവന് വീണ്ടും വെറുതെ വിടുകയില്ല. ഞാൻ നെഞ്ചിത്തരിച്ചു പറയാണ്, എന്റെ പെൺമക്കള് കെട്ടുകാരി കാണാതെ ഇവിടെ നരക്കുന്നെങ്കിൽ നരച്ചോട്ട്. എന്നാലും അവരെന്റെ മക്കള് തന്നെയാണ്. ആ പ്രഭ ഇവിടെ കയറ്റിയതിന്റെ അനുഭവമാണ് ഇതെല്ലാം. അമ്മാവ മഹാഭാവം പറയുന്നു. എടാ, കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവനെ പോലെ കളങ്കമറ്റെടുത്തിന് ഈ നാട്ടിൽ കാണുകയില്ല. എല്ലാം ശരിയാ അമ്മാവ. പക്ഷെ ഇഴയുന്നെങ്കിലേ പറക്കെന്ന് പറയുന്ന ലോകമാണിത്. പെൺപിള്ളാർക്ക് ചീത്തപ്പേരുണ്ടാക്കിയല്ലേ ഈ മുറ്റത്തെ കാര്യം തിരിഞ്ഞുപോലും നോക്കത്തില്ല. അതമ്മ മനസ്സിലാക്കണ്ടേ? എടാ, എന്ത് വന്നാലും എന്റെ ജീവനുള്ളിടത്തോളം കാലം പ്രഭയോട് ഇവിടെ വരുന്നു ഞാൻ പറയില്ല. വേണ്ട, എന്നാലും എനിക്കിവിടെ വരാതിരിക്കാമല്ലോ. ഞാൻ കാരണമല്ലേ യമുനയുടെ വിവാഹം നടക്കാത്തത്? അതേടാ വിനോദ്. വിനോദ് സാർ, നിങ്ങൾക്കെല്ലാം ദൈവം കണ്ടു തന്നത് കാണാനാണ്. എനിക്ക് കരയാനും. എന്റെ മനസ്സാക്ഷി ഇനിയും ചവിട്ടി പതിക്കരുത്. നീ വിഷമിക്കരുത്. ഇല്ല, ഞാനിനി വരില്ല. ഞാനിവിടെ വരുന്നതുകൊണ്ടാണ് യമുനയുടെ വിവാഹം നടക്കാത്തതെങ്കിൽ ഈ ജന്മം അങ്ങേ കാണാൻ ഞാനിവിടെ വരില്ല. ഈ ഗുരുകുലം എന്നും എന്റെ മനസ്സിലുണ്ടാവും. പ്രഭേട്ട, എന്തിനാ ഇങ്ങനെ ഈ മണ്ണിൽ കിടക്കുന്നത്? ഇവിടെ കിടന്നാൽ ഇനിയും താഴോട്ട് വീഴില്ലല്ലോ.
പ്രഭേട്ടൻ വീട്ടിലേക്ക് വരാത്തത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നത്. എന്തിന്? ചേട്ടനെ വിളിച്ചോണ്ട് പോകാൻ. ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ലേ? ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പ്രഭേട്ടൻ എന്തിനാ മനസ്സിലാക്കി പോകുന്നത്? നമ്മളാരും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ മനസാക്ഷിക്ക് അറിയില്ലേ? അറിയാം. പക്ഷെ ഞാനവിടെ വരുന്നത് വിനോദിന് അശേഷം ഇഷ്ടമല്ല. എന്റെ കല്യാണം നടത്തിക്കാനാണെന്നും പറഞ്ഞ ഇപ്പോൾ അയാൾ അവിടെ വന്ന് കൂടിയിരിക്കുന്നത്. അയാളുടെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയെങ്കിലും ഏതെങ്കിലും ഒരു കല്യാണം നടക്കണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. യമുനെ, എന്താ ഈ വരുന്ന ആലോചനകളൊക്കെ ഇങ്ങനെ തെറ്റിപ്പിരിയുന്നത്? ഞാൻ എന്ത് പറയാനാ? ഇപ്പോൾ ആലോചന വരുമ്പോഴും മുടങ്ങുമ്പോഴും എനിക്ക് ഒരേ മനസ്സാണ്. ഞാൻ മരവിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഈ ജന്മത്ത് എനിക്ക് പെണ്ണ് കാണാൻ പോകേണ്ടതായും വരില്ല, അത് മുടങ്ങിപ്പോയെന്ന് നിരാശപ്പെടേണ്ടതായും വരില്ല. എന്നൊന്നും പറയാറായിട്ടില്ല. പ്രഭേട്ടിന് പെണ്ണ് കാണാൻ കൂടെ ഞാനും വരും. അവൾ സുന്ദരിയാണോ അല്ലയോ എന്ന് ഞാൻ നോക്കി പറയും. എന്നിട്ടേ പ്രഭേട്ടൻ വിവാഹം ഉറപ്പിക്കാവൂ. എനിക്ക് വിവാഹോ? എന്തിനാ ചിരിക്കുന്നത്? പ്രഭേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഈ ലോകത്തുണ്ടായിക്കൂടുന്നുണ്ടോ? വരൂ, ഇത്തിരി കഴിഞ്ഞാൽ നേരെ ഇരുട്ടും. യമുനെ, എന്റെ ജീവിതത്തിൽ ഇരുട്ടെന്നും വെളിച്ചമൊന്നും വ്യത്യാസമില്ല. എന്നും ഇരുട്ട് മാത്രം, കട്ട പിടിച്ച ഇരുട്ട്. ഞാനൊന്ന് തൊഴുതിട്ട് വരുന്നത് വരെ കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ടല്ലേ മണിയടിച്ച് ദൈവത്തെ ശല്യപ്പെടുത്തുന്നത്? നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നിയ നീ നിന്റെ ഭർത്താവ് ഒന്നിച്ച് ബെഡ്റൂമിലാണ് ശരി, ഞാൻ കയറി വരും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല മോളെ. വിനിച്ചേട്ടൻ എത്ര ദിവസം ഇവിടെ കാണും? എനിക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് നിന്നോടത്ത് ജീവിക്കുക, പക്ഷേ നടക്കണമെങ്കിൽ എന്റെ 2ാമത്തെ ലക്ഷ്യം സാധിക്കണം. എന്താ 2ാമത്തെ ലക്ഷ്യം? അതൊക്കെ പിന്നെ പറയാം. ഇതിനിടയിൽ വിനിച്ചേട്ടൻ വീട്ടിൽ വന്നതിനെ കുറിച്ച് അയാൾ എന്നോട് പലതും ചോദിച്ചു. പുഷ്പരായന് എന്നെ പറ്റി വലിയ സംശയം തോന്നിയിട്ടുണ്ടോ? തോന്നിയാൽ എന്താ? എന്നെ മണ്ണുകൊണ്ടല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതൊന്നും ഈ ജന്മം എനിക്ക് അയാളിൽ നിന്ന് കിട്ടില്ല. പൊതിക്കാത്ത തേങ്ങ പട്ടിയുടെ മുമ്പ് എറിഞ്ഞു കൊടുത്ത പോലെ ബേബി പുഷ്പരായന്റെ ഭാര്യയായിരുന്നു. വിനിച്ചേട്ടൻ ധൈര്യം തന്നാൽ ആ നിമിഷം ഞാൻ അയാളെ വലിച്ചെറിയും. അതൊക്കെ പ്ലാൻ അനുസരിച്ചുള്ള ചെയ്യാം. ബേബി പൊക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ കാത്തിരിക്കും. ഉറങ്ങാൻ മറന്നാലും ശരി, നിന്റെ അടുത്ത് വരുന്ന കാര്യത്തിൽ മാത്രം അറിവില്ല. ഞാൻ പോട്ടെ. മേടിച്ചുകൊണ്ട് പെണ്ണ് കെട്ടാനുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല വിശ്വനാഥൻ സാറ് യമുനയെ കാണാൻ വന്നിരിക്കുന്നത്. പിന്നെ മകൾക്ക് വേണ്ടി മാരാർ സാർ എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹത്തിന് എതിർപ്പില്ല. ദേവമ്മ, യമുനയുടെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കൾ എന്തായാലും അവൾക്ക് അവകാശപ്പെട്ടതാണ്. അതിപ്പോഴേ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സ്വത്ത് കൊടുത്താലും പണം കൊടുത്താലും അതിന്റെ പേര് സ്ത്രീധനം എന്ന് തന്നെ. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, തരുന്നത് സ്വീകരിക്കാം. തന്നില്ലെന്ന് വെച്ച് പരിഭവമില്ല. കണ്ടോ, അതാണ്. അങ്ങയുടെ മകളെ എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഏത് നിമിഷവും വിവാഹം നടത്താൻ ഞാൻ തയ്യാറാണ്. ഇനി ഇതിൽ കൂടുതൽ എന്താ സംസാരിക്കാനുള്ളത്? മുഹൂർത്തം നിശ്ചയിക്കുക, അത്ര തന്നെ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. വിനോദ്, നീ നമ്മുടെ ജ്യോത്സ്യന്റെ അടുത്ത് പോയി ഈ മാസം തന്നെ നല്ല മുഹൂർത്തം ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വാങ്ങണം. ഈ മാസത്തിലോ? എന്താ? അല്ല, ഒരു വിവാഹം നടത്താൻ അല്പസ്വല്പം സാവകാശമൊക്കെ വേണ്ട മാ? അത് ഞാൻ നോക്കിക്കോളാം. നീ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. എന്താ വിശ്വാസം സാറേ? പെണ്ണ് കാണാൻ വന്നതാ അല്ലേ?
മാലിനിക്ക് ഇയാളെ നേരത്തെ പരിചയമുണ്ടോ? എന്നെ പരിചയമുണ്ടോന്ന് അങ്ങോട്ട് ചോദിക്കണം. പുഷ്പരാജ, ഇവളേതാ? പരമനാറി, എന്നെ അറിയില്ലല്ലേ? അമ്മാവ, കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ച് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ മഹാപാപിയാണ് ഇവൻ. ഇവൾക്ക് ഭ്രാന്താണ്. അതേടാ, എനിക്ക് ഭ്രാന്തായിരുന്നു. നീ കെട്ടിയ കുരു കഴിച്ചപ്പോഴാണെന്ന് മാറിയത്. ഇവളെ അടിച്ച് പുറത്താക്കുന്നുണ്ടോ? നിന്നെയാടാ ചൂല കണ്ടടിച്ച് പുറത്താക്കേണ്ടത്. ഇവന് കെട്ടി കൊടുക്കുന്നതിനേക്കാൾ പല കശാപ്പുകാരനും പിടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇറങ്ങടാ പുറത്ത്. ഞാൻ ഇറങ്ങാൻ. ഇവൾ പറഞ്ഞതെല്ലാം നിങ്ങൾ വിശ്വസിക്കുകയാണോ? അറിയപ്പെടാ. നിന്നെ പോലീസിൽ ഏൽപ്പിക്കുന്നതാണ്. ജീവൻ വേണേ സ്ഥലം വിട്ടോ. യമുനെ, എന്ത് പറ്റി മോളെ? മോളെ, എന്ത് പറ്റി മോളെ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് കോപിക്കരുത്. എന്റെ കോപവും ആവേശവും എല്ലാം ഓരോ നിമിഷങ്ങൾ കഴിയും തോറും എരിഞ്ഞടങ്ങുകയാണ്. ജാനകി, ഞാനല്ലാതായി തീരുകയാണ്. നമുക്ക് വിനോദിനെ കൊണ്ട് യമുനയെ വിവാഹം കഴിപ്പിച്ചാൽ എന്താ? ജാനകി, ഞാൻ ഇത്രയും പാടുപെട്ടത് എന്റെ മോളെ ഒരു രണ്ടാം വിവാഹക്കാരന് പിടിച്ചു കൊടുക്കാനാണോ? അവൻ നമ്മുടെ കൊച്ചനല്ലേ? ദേവമ്മയ്ക്ക് രണ്ടാഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യം വിനോദിനെ കൊണ്ട് യമുനയെ വിവാഹം കഴിപ്പിക്കണമെന്ന്. അത് തെറ്റിയപ്പോ വേറൊരു വിവാഹം നടത്തണമെന്ന്. അതും നടന്നില്ല. അവന്റെ ഭാര്യയും മരിച്ചുപോയി. ചിലപ്പോ വിനോദിനെ തന്നെ ആയിരിക്കും ഈശ്വരൻ നമ്മുടെ മോൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്.
വിനോദ്. എന്താ അമ്മാവ? അഭിമാനമുള്ളൊരച്ഛൻ ആരോടും ആവശ്യപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിന്നോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എന്താണെന്ന് പറയൂ അമ്മാവ. യമുനയെ വിവാഹം കഴിക്കാൻ നീ തയ്യാറാണോ? ഞാൻ പറഞ്ഞെന്ന് വെച്ച് നിനക്കിഷ്ടമുണ്ടെങ്കിൽ മതി. അമ്മാവൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. യമുനയ്ക്ക് വേണ്ടി ഞാൻ എന്ത് സഹിക്കും അമ്മാവ. ജാനകി, ഇനിയൊന്നും ആലോചിക്കാനില്ല. നമുക്ക് ഈ കല്യാണം നടത്തണം. വിനോദ്, അതെ. എന്നിട്ട് യമുന എന്ത് തീരുമാനിച്ചു? എന്റെ അച്ഛനമ്മമാരുടെ സമാധാനത്തിന് വേണ്ടി ഏത് ചെറുത്താന്റെ മുൻപിലും താലി കെട്ടാൻ ഞാൻ കഴുത്തു നീട്ടു. യമുനെ, എത്രയും വേഗം എന്റെ കല്യാണം നടക്കണം. വീണയുടെ വയറ്റിൽ വളരുന്നത് അപമാനത്തിന്റെ തീയാണ്. അത് പ്രഭേട്ടൻ അറിയില്ലേ? അറിയാം. പക്ഷേ വിനോദിനെ പോലെ ഒരുത്തരെ ചവിട്ടി ജനിക്കാൻ യമുനയുടെ ജീവിതം എറിഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് വേദനയുണ്ട്. എന്ത് ചെയ്യാൻ പ്രഭേട്ട? എല്ലാത്തിനെയും ഒരുമിച്ച് രക്ഷിക്കാൻ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. എനിക്കറിയാം, എല്ലാവരെയും ഒരുമിച്ച് വഞ്ചിക്കാനാണ് വിനോദോടെ കൂടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ യമുനയ്ക്കൊരു വഴി പറഞ്ഞുതരാം. യമുനെ, എനിക്ക് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ യമുനെ? നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചത്? പിന്നല്ലാതെ. അതോ അമ്മായി എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തിനെ മോഹിച്ചിട്ടാണോ? യമുന എന്റെ ഭാര്യയായി വരുമ്പോൾ ആ സ്വത്തിനെ പറ്റി ഞാൻ എന്തിനാ പ്രത്യേകമായി ചിന്തിക്കുന്നത്? വിവാഹം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് സുഖമായി ജീവിക്കണം. അതിൽ കവിഞ്ഞ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എന്നാൽ നിങ്ങൾ എനിക്കിഷ്ടമല്ല. യമുനെ, വേശ്യാവൃത്തി ചെയ്യേണ്ടി വന്ന ഒരു സ്ത്രീ പോലും ഒരിക്കലും അവളെ അപമാനിച്ച പുരുഷനോടൊത്ത് പോകാൻ തയ്യാറാവില്ല. നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. കഴിഞ്ഞതെല്ലാം മറക്കൂ യമുനെ. നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കേണ്ടവരാണ്. ഇതാ. എന്താണിത്? അമ്മായി എന്റെ പേരിൽ എഴുതി തന്ന സ്വത്ത് ഞാൻ നിങ്ങളുടെ പേരിൽ തിരിച്ചെഴുതിയ പ്രമാണം. പിടിക്കൂ. ഇപ്പോൾ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങളുടേതാണ്. ഇനി സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കൂ, എന്നെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന്. നീ പോവാണല്ലേ? ശരി. ഓടാ ബേബി, ഞാൻ എഴുന്നേറ്റു. ബെഡ് കാപ്പി എളുപ്പം കൊണ്ടുപോവാ, ലണ്ടനിൽ പോണം. എന്തൊരു ഫിഗർ! ഇതെന്തുവാ? എന്റെ ഭർത്താവിന് ഒരു പുരുഷനല്ലാത്ത നിങ്ങളോടൊത്തുള്ള ജീവിതം എനിക്ക് മടുത്തു. ഇനി നിങ്ങൾ എന്നെ അന്വേഷിക്കണ്ട. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒന്നിച്ച് പോകുകയാണ്. ഈ ലോകത്ത് ഇനിയെങ്കിലും എനിക്കൊരു ഭാര്യയായി ജീവിക്കണം. ബേബി. ചെറുപ്പക്കാരി വഞ്ചകി! എടാ മഹാഭാവി, ഇത്രയും കാലം ഇത് മറച്ചു പിടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നിയടാ? ആ പെൺകൊച്ചു വല്ല അതിവേഗവും കാണിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു?
മോനകത്തേക്ക് പോ. ദേ, ഏതായാലും സംഭവിച്ചു പോയി. ഇനി എത്രയും വേഗം കല്യാണം നടത്തിയില്ലെങ്കിൽ രണ്ടു കുടുംബത്തിന്റെയും മാനം കഷ്ടത്തിലാവും. ഞാനിനി ഇങ്ങനെ അവരുടെ മുഖത്ത് നോക്കുപടി. ഓ, പെണ്ണിനെ നമ്മൾ കൈവിട്ടില്ലല്ലോ. യമുനയുടെ വിവാഹം കൂടി ഉറപ്പിക്കുന്നതുവരെ ക്ഷമിക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചിരുന്നതല്ലേ? സമ്മതിച്ചതൊക്കെ ശരിയാ. പക്ഷേ കോഴിയുടെ മുലയൂട്ട് പോലെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞു. വീണയെ മരുമകളായി സ്വീകരിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ അല്പം കൂടി സമയം തരാൻ ദയാകണം. ഞാനിപ്പോ കാളകൂടം വിഴുങ്ങിയ ശിവന്റെ അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ പുറത്തേക്ക് തുപ്പിയാൽ പ്രപഞ്ചം നശിക്കും, അകത്തേക്ക് വിഴുങ്ങിയാൽ ശിവൻ മരിക്കും. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഈ മാസം 18-ാം തീയതി ഒരു നല്ല മുഹൂർത്തമുണ്ട്. എന്തു വന്നാലും അന്ന് വിവാഹം നടത്തിയേ പറ്റൂ. ശരി, നടത്താം. ദേ, വാക്ക് മാറിയിട്ട് പിന്നെ അതും ഇതും പറയാനിടയാക്കരുത്. ഇല്ല, ഈ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ വക്കീൽ അദ്ദേഹം പറഞ്ഞ ദിവസം തന്നെ എന്റെ മക്കളുടെ വിവാഹം നടത്തും. അങ്ങായിരുന്നു? അയ്യോ, എന്തിനാ എത്ര ദൂരം നടന്നു വന്നത്? എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. വന്നാട്ടെ, ഇവിടെ ഇരുന്നാട്ടെ. ഞാൻ ഇതുവഴി വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ? എത്രയോ തവണ ഞാൻ കാർ അയക്കാമെന്ന് പറഞ്ഞിട്ടും അങ്ങ് വന്നില്ല. ഞാനും എന്റെ ഫാക്ടറിയും ഇന്ന് ഈ ഭൂമിയിൽ കാണുന്നത് തന്നെ അന്ന് അങ്ങ് എന്നോട് ചെയ്ത കാരുണ്യം കൊണ്ടാണ്. ഈ നന്ദിയും സ്മരണയും നിന്നെ പോലെ അപൂർവം ചിലരെ കാണാറുള്ളൂ. എനിക്കൊരു അവശത വന്നപ്പോ എന്നെ കൊണ്ട് നന്നായ പലരും പരിചയം പോലും ഭാവിച്ചില്ല. സാറിന് കുടിക്കാൻ ഒന്നും ഇപ്പൊ വേണ്ട. എനിക്ക് ദാഹവും വിശപ്പും ഉണ്ടാവണമെങ്കിൽ ഒരു പ്രധാന കാര്യം നടക്കണം. അതിനു വേണ്ടിയാ ഞാനിവിടെ വന്നത്. ഞാനോ? എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗോപിയോട് എന്തും അവകാശപ്പെടാനുള്ള അധികാരം എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അങ്ങക്ക് എന്ത് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗോപിയെ കൊണ്ട് എന്റെ യമുനെ വിവാഹം കഴിപ്പിക്കണമെന്ന് മാലിനി പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്നതാണ്. അന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ അന്ന് ഞാൻ വേണ്ടെന്ന് വെച്ച കാര്യം വേണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സാർ, എന്റെ യമുനെ വിവാഹം കഴിക്കാൻ ഗോപിക്ക് ഇഷ്ടമാണോ? അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ഗുരുവായൂർ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അതറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ആശീർവദിക്കാനായിരിക്കും അങ്ങ് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ ആത്മാവ് നിറഞ്ഞ ആശീർവാദം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. മാലിനിക്കൊരു ജീവിതം കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. നമസ്കാരം അമ്മാവ. നമസ്കാരം മോളെ. രണ്ടുപേർക്കും രണ്ടാം കെട്ടായതുകൊണ്ടാണ് തീരെ ആരെയും അറിയിക്കാതെ ഒരു ചടങ്ങായി മാത്രം നടത്തിയത്. സാരമില്ല കുഞ്ഞെ, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് കണ്ടാ മതി. അപ്പൂപ്പ, ഞാനായി കല്യാണം നടത്തിച്ചത്. മിടുക്കി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ അമ്മാവ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അതൊക്കെ ഇനി ഒരിക്കലാവാം. ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ.
അച്ഛനത് എവിടെ പോയതാ? മോളെ ഇച്ചിരി വെള്ളം കൊണ്ടുവാ. വീണേ, നീ എന്തിനാ കരയുന്നത്? ഞാൻ നശിച്ചവളാണ് ചേച്ചി. ഞാൻ കാരണമല്ലേ ഈ വീട്ടിൽ ഓരോരുത്തരും തീ തിന്നുന്നത്. ഞാൻ എവിടെയെങ്കിലും പോയി എന്റെ ജീവിതം അവസാനിപ്പിച്ചോളാം. നീ അബദ്ധമൊന്നും പറയാതെ. ഇനിയും എനിക്കിത് സഹിക്കാൻ കഴിയില്ല ചേച്ചി. നീ ആത്മഹത്യ ചെയ്താൽ അച്ഛനമ്മമാർക്ക് സമാധാനം ഉണ്ടാകുമോ? എന്റെ കല്യാണം നടക്കുമോ? ഇങ്ങ് നോക്ക്, ഈ കുടുംബത്തിന് മാനക്കേടുണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ എല്ലാം രഹസ്യമായി കൊണ്ടെത്തിച്ചത്. നീ ധൈര്യമായിരിക്കെ. 18-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ നിന്റെ വിവാഹം നടന്നിരിക്കും. നാണം മേലാകെ ഉമ്മ വച്ചഴകിൻ കിങ്ങിണി കിണുക്കും പ്രായം കയ്യെത്തും ദൂരത്ത് നെയ്യെത്തും തേന്മാവിൽ പടരാൻ മാത്രം അറിയും ചാരുലതേ. ആരാത്? യമുന, എന്തിനാ കരയുന്നത്? ഞാൻ താമസിച്ചു പോയി ചേട്ടാ. എന്തിന്? എന്റെ ദേവാലയത്തിലെത്താൻ, എന്നെ സ്നേഹിക്കുന്ന മനസ്സിനെ കണ്ടെത്താൻ. ഈ ജന്മത്ത് എന്നെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല. യമുന, ആരെ കുറിച്ചാ പറയുന്നത്? പ്രഭേട്ടനെ. എന്നെയോ? അതെ, എന്റെ മനസ്സ് വേദനിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാറില്ലേ? എന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ലേ? എന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? അത് സത്യമാണെങ്കിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്ന ചുഴിയിൽ നിന്നും എന്നെ രക്ഷിക്കണം. ഞാനെന്താ ചെയ്യേണ്ടത്? ചേട്ടൻ എന്നെ വിവാഹം കഴിക്കണം. യമുനെ, ചേട്ടൻ എനിക്കൊരു ജീവിതം തരില്ലേ? യമുനെ, അന്ധനായ ഞാൻ എനിക്ക് തന്നെ ഒരു ഭാരമാണ്. യമുനയുടെ വിലപ്പെട്ട ജീവിതം ഇരുട്ടിലേക്ക് വലിച്ചെറിയരുത്. പ്രഭേട്ട, ഈ ലോകത്ത് ആർക്കെല്ലാം കാഴ്ചയുണ്ടെന്നും ഇല്ലെന്നും കണ്ടറിഞ്ഞവളാണ് ഞാൻ. ചേട്ടന്റെ കണ്ണുകൾ ഇനി ഞാനാണ്. യമുനെ, നിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. പക്ഷേ നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നിസ്സഹായനായ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ ഈ ജീവിതകാലം മുഴുവൻ നിനക്ക് നിരാശപ്പെടേണ്ടി വരില്ലേ? ഇല്ല പ്രഭേട്ട, എനിക്ക് ചേട്ടന്റെ സ്നേഹം മാത്രം മതി.
സ്വർഗമൊളിയും വിളശങ്കൊലിയിൽ ഇത്രനാൾ സ്വപ്നമായി മിഥ്യയായി ദുഃഖമായി സത്യമിതല്ലോ വെളിച്ചം സത്യമിതല്ലോ വെളിച്ചം സോപാന നടയിലെ മണിയൊലിയിൽ സ്വർഗമൊളിയും വിളശങ്കൊലിയിൽ ഇത്രനാൾ സ്വപ്നമായി മിഥ്യയായി ദുഃഖമായി സത്യമിതല്ലോ വെളിച്ചം സത്യമിതല്ലോ വെളിച്ചം വിളിയുടെ മറുവിളി ഗുഹയിൽ മുഴങ്ങുമ്പോൾ വളരും ദൂരങ്ങളെ അറിഞ്ഞറിഞ്ഞ് വിളിയുടെ മറുവിളി ഗുഹയിൽ മുഴങ്ങുമ്പോൾ വളരും ദൂരങ്ങളെ അറിഞ്ഞറിഞ്ഞ് ഇരുളിനൊളിവിൽ നിന്നും വിരിയും ചരാചര ലയലീലയിൽ നടശാലയിൽ തെളിയും നയന മധുര നടനമകമേ ആഹാ സോപാന നടയിലെ മണിയൊലിയിൽ സ്വർഗമൊളിയും വിളശങ്കൊലിയിൽ ഇത്രനാൾ സ്വപ്നമായി മിഥ്യയായി ദുഃഖമായി സത്യമിതല്ലോ വെളിച്ചം സത്യമിതല്ലോ വെളിച്ചം ഇരവിനു പകൽ വേണം ഇടറും പാദങ്ങളാൽ ഇഴയും മോഹങ്ങളാൽ വഴിയളന്നു ഇരവിനു പകൽ വേണം ഇടറും പാദങ്ങളാൽ ഇഴയും മോഹങ്ങളാൽ വഴിയളന്നു ഉദയഗിരിയിൽ നിന്നും ഉണരും വിഭാവരി സുഖസംഗമം യുഗസംഗ്രമം ഹൃദയകമല വിമല സുഹൃത നടനം ആഹാ സോപാന നടയിലെ മണിയൊലിയിൽ സ്വർഗമൊളിയും വിളശങ്കൊലിയിൽ ഇത്രനാൾ സ്വപ്നമായി മിഥ്യയായി ദുഃഖമായി സത്യമിതല്ലോ വെളിച്ചം സത്യമിതല്ലോ വെളിച്ചം പ്രസാദ്, പ്രായമായ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ കഴിയാത്ത ഗതികെട്ടൊരു തന്തയാണ് ഞാൻ. എന്നുവെച്ച് ഒരു മുടന്തന്റെയോ കുരുടന്റെയോ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ തയ്യാറല്ല. ക്ഷമിക്കണം, പ്രഭയ്ക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ആലോചിക്കാൻ വന്നത്.
അവനവന്റെ യോഗ്യതയെ പറ്റി ചിന്തിച്ചിട്ട് വേണം ഓരോന്ന് ആഗ്രഹിക്കാൻ. ഞാനിവനെ വീട് പഠിപ്പിച്ചത് എന്റെ മകൾക്ക് കാമുകൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. സാർ, പ്രഭ കാഴ്ചയില്ലാത്തവനാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ സാറ് പറഞ്ഞതുപോലുള്ള യോഗ്യതക്കുറവൊന്നും അവൻ ജനിച്ച കുടുംബത്തിനോ അവന്റെ സ്വഭാവത്തിനോ ഇല്ല. യമുനെ അവൻ ആഗ്രഹിച്ചെന്നല്ലാതെ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് എന്റെ മക്കളെ കിട്ടുകയുമില്ല. മാരാർ സാർ, ഇക്കാര്യത്തിൽ എന്റെ പ്രഭയെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. യമുനയോട് സ്വാതന്ത്ര്യമായി ഇടപഴകാൻ ഇവന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. ഇവന്റെ ഉള്ളിലിരിപ്പ് ഇതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവനെ ഈ പടിക്കകത്ത് കയറ്റില്ലായിരുന്നു. ഗുരുത്വദോഷി. ഇല്ല സർ, ഞാൻ ഒരിക്കലും ഒരു ഗുരുത്വദോഷിയാവില്ല. അർഹിക്കാത്തത് ആഗ്രഹിച്ചു പോയത് എന്റെ തെറ്റാണ്. ഞാൻ എന്നെ മനസ്സിലാക്കാഞ്ഞത് അതിലും വലിയ തെറ്റായിപ്പോയി. എല്ലാത്തിനും മീതെ ദൈവത്തിന് പറ്റിയ തെറ്റാണ് ഞാൻ. സാർ, എനിക്ക് മാപ്പ് തരണം. വരൂ, പോകാം. പ്രഭേട്ട, പ്രഭേട്ട, ഇവിടെ എന്തുണ്ടായ അച്ഛാ? എന്റെ മോളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. അതിനേക്കാൾ ഭേദം നിന്നെ വിഷം തന്നു കൊല്ലുന്നതല്ലേ? പ്രഭേട്ടനെ എനിക്കിഷ്ടമാണെങ്കിലോ? അച്ഛാ, എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാനാണ് പ്രഭേട്ടനോട് അപേക്ഷിച്ചത്. അതുകൊണ്ടാണ് അവരിവിടെ വന്നത്. നിനക്ക് ഭ്രാന്താണോ? അല്ല, ഈ കുടുംബത്തുള്ളവർക്കെല്ലാം ഒരുമിച്ച് ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണ് ഞാനത് ചെയ്തത്. 18-ാം തീയതി എന്റെയും വീണയുടെയും വിവാഹം ഒരുമിച്ച് നടത്താമെന്ന് അച്ഛനല്ലേ വാക്ക് കൊടുത്തത്? അതെ. അന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ആരും ഉണ്ടായില്ലെങ്കിൽ വീണയുടെ വിവാഹം ഞാൻ മാറ്റിവെക്കും. ഇനിയും അത് നീട്ടിയാൽ അവൾ കൈക്കുഞ്ഞുമായിട്ടായിരിക്കും കല്യാണപ്പന്തൽ ഇറങ്ങുന്നത്. എന്താ നീ പറഞ്ഞത്? ഇവൾ ഗർഭിണിയാണെന്ന്. എന്തിനാ അവളെ തല്ലുന്നത്? നല്ല മനസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അവൾ സ്നേഹിച്ചത്. അച്ഛനെ ഇവളെ വിവാഹം കഴിച്ച് അയച്ചില്ലെങ്കിലും വീണയെ വിളിച്ചോണ്ട് പോകാനുള്ള മനസാക്ഷി മുരളിക്കുണ്ട്. അച്ഛന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു വിവാഹ ചടങ്ങിന് വേണ്ടി മുരളി കാത്തിരിക്കുന്നത്. ജാനകി, ഞങ്ങളെല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കുകയാണല്ലേ? എനിക്കൊന്നും അറിയില്ല അമ്മേ. ഞങ്ങളുടെ അച്ഛൻ ആരുടെ മുന്നിലും തോൽക്കാതിരിക്കാനാണ് ഇതുവരെ എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത്. പ്രഭേട്ടനിൽ ഞാൻ എന്റെ ഭർത്താവിനെ കണ്ടെത്തിയത്. കാഴ്ചയുള്ള മൃഗങ്ങളെ കണ്ടുമെടുത്ത എനിക്ക് കളങ്കമില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയം കണ്ടെത്താൻ കഴിഞ്ഞു. എനിക്കത് മതി. മോളെ, എന്റെ മോളെ, എന്റെ മോൾക്ക് പ്രഭയെ ഇഷ്ടമാണെങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കും.
ചേച്ചി പ്രഭേട്ടൻ ട്രെയിനിന് തലവെച്ച് മരിച്ചു.